ജാറ വ്യവസായം തുടങ്ങിയത് അത് ഷിയാക്കളാണ്. അത് പിന്നീട് സൂഫികൾ പച്ച പട്ട് ധരിച്ച് പച്ച വർണ്ണങ്ങൾ തൂക്കി അതുപോലെ തന്നെ ആകർഷിക്കപ്പെടുന്ന പല നിറങ്ങളും കൊടുത്ത് ഓരോ ഷെയ്ഖുമാർ, ബീവിമാർ, ഔലിയാക്കൾ എന്ന പേരിലുള്ളവരുടെ ജാറങ്ങൾ ഉണ്ടാക്കി വെച്ചു. അതിൻ്റെ പൊലിമയും മേന്മയും ഒക്കെ നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സമസ്ത രണ്ട് വിഭാഗത്തിനും നിഷേധിക്കാൻ പറ്റാത്ത ഒരു പ്രസിദ്ധീകരണമാണ് അൽ മുബാറക്. പഴയകാലത്തെ പ്രസിദ്ധീകരണമാണ്, അത് ഒരിക്കലും നിഷേധിക്കാൻ കഴിയൂല. ഇന്ന് ആ പ്രസിദ്ധീകരണം ഇല്ല, അതിനും കാരണങ്ങളുണ്ട്. ഏതായിരുന്നാലും അന്നത്തെ ആ പ്രസിദ്ധീകരണം അതിൻ്റെ 989 ഓഗസ്റ്റ് ലക്കത്തിൽ ഒരു ലേഖനം വന്നിരുന്നു. സുന്നികളും ഷിയാക്കളും വഹാബികളും മൗദൂദികളും എന്നാണ്. സമസ്തക്ക് മറക്കാൻ പറ്റാത്ത എഴുത്തുകാരനാണ് പ്രൊഫസർ ഓമാനൂർ മുഹമ്മദ്. അദ്ദേഹമാണ് ആ ലേഖനം എഴുതിയത്. ഈ ലേഖനത്തിൽ കാര്യമായി അദ്ദേഹം സ്ഥാപിച്ചത് എന്താണ്? ഷിയാക്കളും സുന്നികളും ഒരേ റൂട്ടിലാണ്, അതിനെതിരായിട്ടുള്ളവർ മൗദൂദികളും വഹാബികളുമാണ്. ഇനി നമ്മൾ പറഞ്ഞു എന്ന് പറയേണ്ട ആവശ്യമില്ല. സമസ്ത വിഭാഗം ഷിയായിസത്തെ അനുഗമിച്ച് പോകുന്നവരാണ്, അതിനെ പൂമാലയിട്ട് സ്വീകരിച്ചവരാണ്. നമ്മുടെ വകയായി പറയേണ്ടതില്ല. ഇതിൽ നോക്കൂ നിങ്ങൾ, പ്രധാനമായും പറഞ്ഞ ഒരു പാരഗ്രാഫ് എടുത്തുകൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. പുണ്യാത്മാക്കളുടെ കബറിടങ്ങൾ സന്ദർശിച്ച് അവരുടെ അനുഗ്രഹം തേടുന്നത് സുന്നികളും ഷിയാക്കളും മതപരമായി പുണ്യകർമ്മമായിട്ടാണ് കാണുന്നത്, കരുതുന്നത്. എന്താണ്? പുണ്യാത്മാക്കളുടെ കബറിടങ്ങൾ സന്ദർശിക്കുക, അവരുടെ അനുഗ്രഹം തേടുക, അല്ലാൻ്റെ അല്ല, അവരെ അനുഗ്രഹം തേടുക, അത് വളരെ പുണ്യകരമായ കാര്യമാണ്. വഹാബികളുടെ വീക്ഷണത്തിൽ ഖബറിടം സന്ദർശിക്കുന്നത് പരേതനു വേണ്ടി പ്രാർത്ഥിക്കാനും നാമും മരിക്കേണ്ടവരാണെന്ന് ഓർക്കാനുമാണ്. നമ്മുടെ വീക്ഷണമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. നിരവധി നമ്മളൊക്കെ കേട്ടവരാണ്. ഖബർ സന്ദർശിക്കേണ്ടത് എനിക്കവിടെ ഇതുപോലെ കിടക്കാനുണ്ട് എന്ന് ഓർക്കാനാണ്, നാളെ എനിക്ക് മരണമുണ്ട്, ശാശ്വതമായ ജീവിതമുണ്ട് എന്ന് ഓർക്കാനാണ്. അപ്പോ നമ്മുടെ വകയാണെന്ന് അവർ വരുത്തുക ഹദീസുകൾക്കെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാടിന് എതിരാണ് ഈ വർത്തമാനം. ഇനി നോക്കൂ നിങ്ങൾ, സുന്നികളും ഷിയാക്കളും അംബിയ, ഔലിയ, സ്വാലിഹീങ്ങൾ തുടങ്ങിയവരുടെ ഖബറുകൾ സിയാറത്ത് സൗകര്യാർത്ഥം കെട്ടിപ്പടുക്കാമെന്നാണ് പറയുന്നത്. അംബിയാക്കളതും ഔലിയാക്കളതും സ്വാലിഹീങ്ങളതും ഒക്കെ കെട്ടിപ്പടുത്ത് ഉഷാറാക്കി നല്ല തേച്ച് മിനിക്ക് റെഡിയാക്കി വെക്കണം. ആര് പറയുന്നു? സുന്നികളും ഷിയാക്കളും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ കെട്ടി ഉയർത്തണം എന്നാണോ, എടുപ്പുണ്ടാക്കണം എന്നാണോ? അല്ല എന്നത് ഉറപ്പാണ്. എന്തിനാ ഇത് വായിച്ച് കേൾപ്പിച്ചത് അറിയോ സഹോദരങ്ങളെ? ജാറ മഖ്ബറ വ്യവസായം തഴച്ചു വളരുകയാണ്. മുഷാവറയിൽപ്പെട്ട അല്ലെങ്കിൽ സമസ്തയുടെ പ്രധാന സ്ഥാനത്തിരിക്കുന്ന ഒരു ഉസ്താദ്, ഒരു മുസ്ലിയാർ മരിച്ചാൽ അടുത്ത ആലോചന എവിടുന്നാണ് കല്ല് പറയുക, എവിടുന്നാണ് സിമന്റ്, ആരെയാണ് പണിക്ക് വിളിക്കുക, എന്നിട്ടോ അവിടെ ജാറം നിർമ്മിക്കുകയാണ്. മരിച്ച ഉടനെ തന്നെ അഭിപ്രായ പ്രകടനങ്ങൾ തുടങ്ങുകയാണ്. പോരിശയാക്കപ്പെട്ട മഹാനാണ്, ഒരുപാട് കറാമത്തുകൾ ജീവിതകാലത്ത് കാണിച്ച മഹാനാണ്, ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ സഫലമായി കിട്ടിയിട്ടുണ്ട്, നേടിക്കിട്ടിയിട്ടുണ്ട്. ഓരോരുത്തരും സോഷ്യൽ മീഡിയകളിലൂടെ, ചെറിയ ചെറിയ ആത്മീയ ചൂഷണ സംവിധാനങ്ങളിലൂടെ ഇതിങ്ങനെ മുഴക്കുകയാണ്. സാധാരണക്കാർ കേട്ട് വെമ്പൽ കൊള്ളുകയാണ്. നാളെ തന്നെ പോകണം, ആ ജാറത്തിലെത്തണം, അവിടെ സിയാറത്ത് നടത്തണം, അവിടെ പലതും കാഴ്ചവെക്കണം. പരാതികൾ, പരിഭവങ്ങൾ, പ്രശ്നങ്ങൾ, നീറുന്ന ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, അവിടെ പോയിട്ട് പറയണം. ഒരു പള്ളി ഉദ്ഘാടനം ചെയ്യപ്പെട്ടാൽ പോലും ഈ മനസ്സ് വന്നോളണമെന്നില്ല. മനസ്സിലാക്കണം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നാട്ടിൽ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവന്റെ ഭവനങ്ങളോട് പോലും ലോകത്ത് നല്ലൊരു ശതമാനം ആളുകൾക്ക് ഈ സമീപനമില്ല എന്നതാണ്. ഈ അടുത്ത് ഒരു വർഷമായിട്ടുള്ളൂ ഉള്ളാൽ തങ്ങളുടെ മകൻ കൂറത്തങ്ങൾ മരണപ്പെട്ടിട്ട്. ഒരു വർഷം കഴിഞ്ഞ് ഉറൂസ് ആണ്ടൊക്കെ ഉഷാറായി നടന്നു. അയാൾ മരിച്ച ദിവസം, മറവ് ചെയ്യപ്പെട്ട ദിവസം, അവിടെ തേച്ച് മിനുക്കി ഉണ്ടാക്കുന്ന ജാറത്തിന്റെ ഫോട്ടോസുകൾ, അതിന്റെ വീഡിയോസുകൾ സോഷ്യൽ മീഡിയകളിലൂടെ അവരങ്ങനെ വിട്ടിരുന്നു. സാധിക്കുന്നവരൊക്കെ പ്രതികരിച്ചിരുന്നു. സഹോദരങ്ങളെ, ഇന്നെന്താണ് അതിൻ്റെ അവസ്ഥ? വളരെ അപകടകരമായി, വളരെ വേദനയോടെ നമ്മൾ കാണേണ്ടതാണ്. അവിടെ പോയിട്ട് സാധാരണക്കാർ കൈകൾ ഉയർത്തി ഇനി ഇടക്കിടക്ക് അല്ലാ അല്ലാ എന്ന് വിളിച്ചാലും എന്താണ്, ആ സ്ഥലത്ത് തന്നെ പോകാൻ പറ്റുമോ? ഇല്ല എന്നുറപ്പാണ്. ആ രംഗം നമ്മളൊന്ന് കാണുക.
കണ്ടല്ലോ സഹോദരൻ, നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ നടത്തിപ്പിനാവശ്യമായ കളക്ഷൻ നിങ്ങളുടെ മുമ്പിൽ വരും. എല്ലാവരും കഴിയുന്ന പോലെ സഹകരിക്കും. അപ്പോൾ ഇത് ഒരു വർഷമായപ്പോൾ ആ ജാറത്തിൻ്റെ മാറ്റമാണ്. ആ വ്യക്തി മരണപ്പെട്ട അടുത്ത ആഴ്ച ഇറങ്ങിയ റിസാല, സമസ്ത AP വിഭാഗത്തിൻ്റെ വാരികയാണ് റിസാല. ആ റിസാലയിൽ അയാളെക്കുറിച്ചുള്ള പോരിശകൾ, അയാളെ കറാമത്തുകളൊക്കെ വാരി വിതറിയിരുന്നു. എന്തിനാ ഒരു ലേഖനമായി അത് കൊടുത്തത്? അതൊരു വിളംബരമായിരുന്നു. ഇവിടെ തയ്യാറായിട്ടുണ്ട്, ഇവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട്, ഇനി നിങ്ങളുടെ ഒഴുക്ക് ഇങ്ങോട്ടാണ്, ഉള്ളാളത്തേക്ക് മാത്രം പോരാ, ഇവിടേക്കും നിങ്ങൾ മനസ്സറിഞ്ഞൊഴുകി വരണം. ജാറമാക്കി മാറ്റി. അവിടുത്തെ വെള്ളത്തിന് പ്രത്യേക പോരിശയുണ്ടത്രേ. മാത്രവുമല്ല, അതിൻ്റെ ഉറൂസിൽ പ്രസംഗിച്ച മുസ്ലിയാക്കന്മാരുടെ പ്രഭാഷണങ്ങൾ ഒരു മുസ്ലിയാർ നിന്നുകൊണ്ട് 3 ആളുകൾക്ക് അവിടെ വന്ന് പറഞ്ഞ് മക്കളുണ്ടായ കഥ പറയുകയാണ്. ആലോചിക്കണം, എവിടെയാണ് ഈ കാര്യം പോയി പറഞ്ഞത്? നിഷിദ്ധമാക്കപ്പെട്ട ഒരു സ്ഥലത്താണ്. ഉയർത്തപ്പെട്ട ജാറങ്ങളുടെ, എടുപ്പുണ്ടാക്കപ്പെട്ട മക്ബറകളുടെ സമീപത്ത് പോകാൻ പാടില്ല. അത് ഹറാമാണ്, ഹറാമാണ്, പാടില്ല. അവിടെ പോയിട്ടുള്ള പ്രാർത്ഥന സഹോദരങ്ങളെ, അതിനെങ്ങനെ ഫലം കിട്ടാനാണ്? ഹറാമായ വഴിയിലൂടെ, ഹറാമായ മാർഗത്തിലൂടെ, ഹറാമുകളെ സമീപിച്ചുകൊണ്ട് റബ്ബിനോട് കാര്യങ്ങൾ പറഞ്ഞാൽ സഫലമായി കിട്ടുമോ? ഇല്ല എന്നത് ഉറപ്പാണ്. ഇനിയോ ഉറൂസിന്റെ പ്രഭാഷണങ്ങളിൽ സമർത്ഥിക്കാൻ നോക്കിയ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്തായിരുന്നു അറിയോ? അവിടെ വന്ന് പൊരുത്തപ്പെടിക്കണം എന്നാണ്. സമസ്തയിലെ പ്രധാനപ്പെട്ട ഒരു മുസ്ലിം തന്നെ പറയുന്നു കേട്ടോ. ഞാനും നിങ്ങളുമൊക്കെ എത്തിയത് ആ പൊരുത്തത്തിന് വേണ്ടിയാണ്. ധാരാളം ആലിമീങ്ങൾ, വലിയ വലിയ പണ്ഡിതന്മാർ, സാദാത്തുക്കൾ എല്ലാം ഇവിടെ എത്തിയിട്ടുള്ളത് അവിടുത്തെ ഒരു പൊരുത്തത്തിന് വേണ്ടിയാണ്. കേട്ടല്ലോ, അവിടുത്തെ പൊരുത്തത്തിന് വേണ്ടിയാണ്. നേരത്തെ അൽ മുബാറക്കിൽ എന്താ നമ്മൾ വായിച്ചത്? പുണ്യാത്മാക്കളുടെ ഇത്തരം സ്ഥലങ്ങളിൽ അവരെ അനുഗ്രഹം തേടി ഷിയാക്കൾ പോകുന്നുണ്ട്. ആ ഷിയ ഏർപ്പാട് ഇത്തരത്തിലുള്ള ആളുകൾ സാധാരണക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അവരതിനു വേണ്ടി വഅദ് പറയുന്നു, അതിന് നേതൃത്വം കൊടുക്കുന്നു. ഇതെങ്ങനെ ഇസ്ലാമാകും? ഇതെങ്ങനെ അഹ്ലുസുന്നയാകും? ഇവരെ കാഴ്ചപ്പാടിൽ മക്ബറകളാണ് ഇസ്ലാമിൻ്റെ പ്രചാരണത്തിന് വലിയ വഴിവിളക്കുകളായത്. മക്ബറകളാണ്. ഇത് സുന്നി വോയിസ് 2021, പുതിയതില്ലായിട്ടല്ല, പുതിയത് കുറേയുണ്ട്, പക്ഷേ പഴയ തന്നെയാണ് വായിച്ച് കളിപ്പിക്കാലോ. 2021 സുന്നി വോയിസ് ഫെബ്രുവരി ആദ്യ ലക്കം. മക്ബറകൾ വഴിവിളക്കുകൾ. കേട്ടോളിയും, കേരളത്തിൽ 100-ൽ പരം മക്ബറകളുണ്ട്. അവയിൽ അന്തിയുറങ്ങുന്ന പുണ്യാത്മാക്കളെ കേന്ദ്രീകരിച്ചാണ് കേരളത്തിൽ ഇസ്ലാമിക സംസ്കാരം വളർന്നത്. 100-ൽ 100 മാർക്ക് കൊടുക്കുക പച്ച നുണയാണ്. എന്ത് ഇസ്ലാമിക സംസ്കാര അവരിലൂടെ വളർന്നത്? എന്ത് സംസ്കാര വളർന്നത്? മരിച്ചവരെ വിളിക്കലോ, മൊഹീദ്ദീൻ ശൈഖിനെ വിളിക്കലോ, മമ്പുറന്തങ്ങളെ വിളിക്കലോ, ബദരീങ്ങളെ വിളിക്കലോ? അതാണോ ഇസ്ലാമിന്റെ സംസ്കാരം? അള്ളാഹ് എന്ന് വിളിക്കുന്നതിൽ നിന്ന്, പ്രയാസഘട്ടങ്ങളിൽ, വിപൽഘട്ടങ്ങളിൽ അള്ളാഹുവിലേക്ക് അടുക്കുന്നതിൽ നിന്ന് വിശ്വാസി മനസ്സുകളുടെ ആ നിലപാട് മാറ്റിയതാണോ ഇസ്ലാമിന്റെ സംസ്കാരം? അതുകൊണ്ട് തീർന്നില്ല. ഇനി എന്താ പറയുന്നത് കേട്ടോളി. ഇതില് ഈ ജാറങ്ങളെ പറ്റിയുള്ള പോരിശകൾ മാത്രമാണ്. എന്താണ്? ലൗകിക ബന്ധങ്ങളെല്ലാം വിച്ഛേദിച്ച് ഹൃദയത്തെ സ്ഫുടം ചെയ്ത് അതീന്ദ്രജ്ഞാനം നേടിയ മഹാത്മാക്കളാണ് വലിയുമാർ. അവർ വലിയ ജ്ഞാനമൊക്കെ നേടി അവസാനം പല പദവികളിലേക്ക് എത്തി, അള്ളാഹ് എന്നൊക്കെ പറയുന്ന പദവിയിലേക്ക് എത്തും. അങ്ങനെയുള്ള ആളുകളാണ് ഇവരെ വലിയുമാർ. ഇനിയോ വിശ്വാസികൾക്ക് ആത്മീയ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന വഴിവിളക്കുകളാണ് മക്ബറകൾ. ഇസ്ലാമിൻ്റെ വളർച്ചയുടെ നാളുവഴികൾ ഓർമ്മപ്പെടുത്തുന്ന ചരിത്രമുദ്രകൾ കൂടിയാണ് അവ. ഇസ്ലാമിനെ ഈ ജാറങ്ങളിലൂടെ, മക്ബറകളിലൂടെയാണ് നമ്മൾ വായിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. അതിലൂടെയാണ് ഇസ്ലാം വളർന്നത്, സംശയമൊന്നുമില്ല. പക്ഷേ ഇസ്ലാമല്ല വളർന്നത്. എന്താ വളർന്നത്? ഈ വ്യതിയാനം, അനാചാരമായിട്ടുള്ള ഷിയായിസവും സൂഫിസവുമാണ് വളർന്നത്. അത് പല നാടിലേക്കും വളർന്നു, അതിൽ സംശയമൊന്നുമില്ല. അഹ്ലുസുന്ന അതിനെ പ്രതികരിച്ചുകൊണ്ടേയിരുന്നു, പ്രമാണങ്ങൾ കൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ടേയിരുന്നു. ഇനി തീർന്നില്ല. കഴിഞ്ഞ മാസത്തിൽ, വളരെ അടുത്താണല്ലോ, സമസ്തയിലെ മറ്റൊരു പ്രധാന മുസ്ലിയാർ മരിച്ചത്. മാണിയൂർ മുസ്ലിയാർ മരിച്ചു. മാണിയൂർ മുസ്ലിയാർ മരിച്ചപ്പോൾ ചർച്ച ഉണ്ടായി. ജാറം കാഞ്ഞങ്ങാട് വേണോ അതോ മാണിയൂർ വേണോ? കാഞ്ഞങ്ങാട്ടിൽ അങ്ങോട്ട് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അസർ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് എന്നെ മറവ് ചെയ്യണമെന്നോ അങ്ങനെ എന്തൊരു വസിയത്തുണ്ട് അത്രേ. അപ്പോൾ കാഞ്ഞങ്ങാട്ടേക്ക് വണ്ടി വിട്ടാൽ അവിടെ എത്തൂല. അപ്പോൾ അവസാനം തീരുമാനിച്ചു മാണിയൂർ വീടിൻ്റെ അടുത്ത് തന്നെ അത് റെഡിയാക്കാം. ആ മാണിയൂർ മക്ബറ, മാണിയൂർ ജാറം കിളക്കുന്നതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു, കണ്ടില്ലേ? കിളച്ച് റെഡിയാക്കി, കല്ലൊക്കെ റെഡിയാക്കി വെച്ചിരുന്നു. അത് കൃത്യമായ ജാറായി. അതുകൂടി നമ്മളൊന്ന് കാണുക.
കണ്ടല്ലോ, ഇതാണ് ആ ജാറം. അവിടെ ജാറം പൊങ്ങിയ ദിവസം മുതൽ തന്നെ പല മുസ്ലിയാക്കന്മാർ വരാൻ തുടങ്ങി, ആത്മീയ സദസ്സുകൾ തുടങ്ങി, പേരോട് മുസ്ലിയാരടക്കം അവിടുത്തെ അങ്ങനെ വന്നു. ഇനി അതിൻ്റെ ഉറൂസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഈ ജാറവും വിളംബരം ചെയ്യണം. ഈ ജാറവും വിളംബരം ചെയ്തു. അദ്ദേഹം വഫാത്തായതിൻ്റെ അടുത്ത ദിവസം സുപ്രഭാതത്തിലും ചന്ദ്രികയിലുമൊക്കെ പോരിശകൾ, പ്രകീർത്തനങ്ങൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. അയാളെ ജീവിത കാലഘട്ടത്തിലുണ്ടായ കറാമത്തുകൾ ഒരു തുള്ളി വെള്ളത്തിൽ ഊതിക്കൊടുത്താൽ തീരുമാനാകാത്ത ഒരു വിഷയമല്ല. ഊതണ്ട പണികളൊക്കെ തീരുമാനാകും. അങ്ങനെയിരുന്നു. അതങ്ങനെ ഒഴുകുകയാണ്. സുപ്രഭാതം ഒരു പ്രത്യേക പതിപ്പ് തന്നെ ഇറക്കി, ഒരു പ്രത്യേക പതിപ്പ് തന്നെ ഇറക്കി. എന്തിനു വേണ്ടി? ഈ ജാറത്തെ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ. ഈ ജാറത്തെയും എന്ത് ചെയ്യണം? അണികളെ അറിയിക്കണം. അതിനുവേണ്ടി പല സംവിധാനങ്ങളും ഉപയോഗിച്ചു. ഇത് 2025 ജൂലൈ 2 സുന്നി അഫ്കാറാണ്. ഈ സുന്നി അഫ്കാറിൽ മാണിയൂർ ഉസ്താദ് തഖ്വയിൽ ലിബാസ് ഇട്ട സൂഫി എന്നാണ്. എന്താ ലിബാസ് ഇട്ടെന്ന് പറഞ്ഞാൽ തഖ്വയുടെ വസ്ത്രമണിഞ്ഞ സൂഫിയാണ് മാണിയൂർ ഉസ്താദ്. അപ്പം എന്തായി? ആള് നല്ല മുന്തിയ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട ഒരു മഹാനാണ്. ഇനി നമ്മളൊന്നും ആലോചിക്കണ്ട, ഇനി അവിടേക്ക് ഒഴുകട്ടെ എന്നാണ്. അപ്പം ഇതിലുള്ളത് എന്താ അറിയോ? ഈ മക്ബറയിൽ വന്നാൽ സാധ്യമാകാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ്. അദ്ദേഹത്തിൻ്റെ പിതാവുള്ള കാലത്തെ ഉള്ള അനുഭവം പറയാണ്. അങ്ങനെ ഒരു ദിവസം ആളുകളുടെ തിരക്ക് കാരണം സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ ആളുകൾ ഇങ്ങനെ ശമനം തേടി പ്രശ്നങ്ങൾ മാറിക്കിട്ടാൻ വേണ്ടി നീണ്ട വരിയാണ്. മാണിയൂർ ഉസ്താദിനെയും പിതാവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ നൂനേരിക്കാരനെയും വിളിച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. അത് മന്ത്രിച്ച ശേഷം കിണറ്റിലേക്ക് ഒഴിക്കാൻ പറഞ്ഞു. ആൾക്കാരോട് അതിൽ നിന്ന് കോരിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ വൈകുന്നേരമാകുമ്പോഴേക്കും ആ കിണറ് പറ്റി. അപ്പം ആ കിണറ്റിലെ വെള്ളം വറ്റിക്കാതിരിക്കാനുള്ള കറാമത്തില്ല. അങ്ങനെയുള്ള വേണ്ടത്. കിണർ പറ്റിയാൽ പിന്നെ കൊടുത്ത കഴിവ് പൊളിഞ്ഞല്ലോ. കാരണം ഔലിയാക്കൾക്ക് എന്തിനും ഏതിനും അല്ല കഴിവ് കൊടുത്തു എന്നാണ് ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മർമ്മതാണ്. അപ്പം കിണർ പറ്റാൻ പാടില്ല. കഥയിൽ ചോദ്യമല്ല, അതാണ് പ്രശ്നം. ചോദിക്കാൻ പാടില്ല. കിണർ പറ്റി. ഇത് വായിച്ചു കേൾക്കുന്ന ഒരാൾ എന്ത് മനസ്സിലാക്കും? അവിടുത്തെ വെള്ളം കുടിച്ചാൽ കാര്യങ്ങൾ തീരുമാനമായി കിട്ടും. ഇനി മാണിയൂർ ഉസ്താദോ? ആയിരങ്ങൾക്ക് ആശ്രയമായിരുന്നു ഉസ്താദ്. ആശ്വാസവചനങ്ങൾ, ഉപദേശങ്ങൾ, സാന്ത്വനം എല്ലാം ആഗ്രഹിച്ച് ജനങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി. അദ്ദേഹം മന്ത്രിച്ച വെള്ളത്തിന് വലിയ ഫലമായിരുന്നു. അത് തേടി മതജാതി ഭേദമന്യേ ജനങ്ങൾ ഒഴുകിയെത്തി. ഇനി രക്ഷയില്ലെന്ന് പറഞ്ഞ് വിദഗ്ധ ഡോക്ടർമാർ തിരിച്ചയച്ച രോഗികൾ പൂർണ്ണാരോഗ്യത്തോടെ ഉസ്താദിൻ്റെ ഒരൊറ്റ മന്ത്രത്തിലൂടെ, മന്ത്രിച്ചൂതിയ വെള്ളത്തിലൂടെ ഇന്നും ഓടിച്ചാടി നടക്കുന്നത് പതിവ് കാഴ്ചയാണ്. പെട്ടെന്ന് മേജർ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാര്യം പോക്കാണെന്ന് പറഞ്ഞവരെത്ര പേരാണ് ഓപ്പറേഷൻ ഒന്നുമില്ലാതെ സുഖസുന്ദര ജീവിതം നയിക്കുന്നത്? എന്താ സഹോദരങ്ങൾ ഇതിനൊക്കെ പറയാ? ഇതിനൊക്കെ പറയാ? പമ്പര വിഡ്ഢിത്തമെന്ന് അല്ലാതെ വേറെന്താണ്? ഇസ്ലാം പറയാത്ത, ഇസ്ലാം പഠിപ്പിക്കാത്ത ഒരാശയത്തിലേക്ക് ചേക്കേറുമ്പോൾ അതിനെ സ്ഥാപിക്കാൻ, അതിനെ നിലനിർത്താൻ ഈ നിലക്കുള്ള പല കഥകളും അതുപോലെ തന്നെ പല തട്ടിപ്പുകളും പറയേണ്ടി വരും. ഇസ്ലാമിൻ്റെ അധ്യാപനം എന്തിനാണ് ഇത്തരം ആളുകൾ ഒളിപ്പിച്ചു വെക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നിലക്ക് കാര്യങ്ങൾ ഇസ്ലാമിലുണ്ടെങ്കിൽ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിലൂടെ, ഉമർ റളിയല്ലാഹു അൻഹുവിലൂടെ എത്രയെത്ര സ്വഹാബികളാണ് അവരിലൂടെ ഈ കാര്യങ്ങൾ നമുക്ക് പതിവാക്കി തരുമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. പ്രയാസങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ, അതുപോലെ തന്നെ പരിഭവങ്ങൾ, പരീക്ഷണങ്ങൾ ഇതൊക്കെ ഉണ്ടാകുമ്പോൾ എന്തിനാണ് വഹയിലൂടെ പ്രാർത്ഥനകൾ പഠിപ്പിക്കപ്പെട്ടത്? ആ പ്രാർത്ഥനകൾക്ക് എന്ത് വിലയാണ് ഇവർ കൊടുക്കുന്നത്? ആ പ്രാർത്ഥനകൾ മാന്യമായി, മര്യാദയായി സമൂഹത്തെ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ അതല്ലേ സഹോദരങ്ങളെ ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ ആശ്വാസം? ജാറങ്ങളുമായി, മഖബറകളുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാ, അത് വിരോധിച്ചു, വിലക്കി എന്നാണ്. എത്ര ഹദീസുകളാണ് ആ വിഷയത്തിലുള്ളത്? ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയുടെ നിലപാട് ഇവർക്കുണ്ടോ? ഇമാം മുസ്ലിം റഹിമഹുല്ലയുടെ നിലപാട് ഇവർക്കുണ്ടോ? 4 മദ്ഹബിന്റെ ഇമാമുകൾ ഐക്യകണ്ഠേന പറഞ്ഞ കാര്യമാണ് ഹറാം. ജാറങ്ങൾ കെട്ടിപ്പൊക്കൽ ഹറാം. ഷാഫിഈ മദ്ഹബ് പോലും അതങ്ങനെ തന്നെ പറഞ്ഞു. ഇമാം നവവി റഹിമഹുല്ല രേഖപ്പെടുത്തി വെച്ചു. ഇമാം ഷാഫിഈ റഹിമഹുല്ലയുടെ അൽ-ഉമ്മിൽ ഉയർത്തപ്പെട്ട ജാറങ്ങൾ തകർത്ത് കളയുന്നത് അദ്ദേഹം കണ്ടിരുന്നു. ഫുഖഹാക്കൾ തടഞ്ഞിരുന്നില്ല എന്നല്ലേ ഇമാം ഷാഫിഈ റഹിമഹുല്ല വരെ പറഞ്ഞത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബുൽ ഹയ്യാജ് അൽ അസദി എന്ന താബിഈയെ വിളിച്ചുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലാ, അറിയുക, ഞാനിതാ നിന്നെ നിയോഗിക്കുന്നു. അലാമാ ബഅതനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ നിയോഗിച്ച ഒരു കാര്യത്തിന്.
ഞാനിതാ അബുൽ ഹയ്യാജെ നിങ്ങളെ നിയോഗിക്കുകയാണ്. അമറനി അല്ലാ അദഅ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതുഹു വലാ തിംസാലൻ ഇല്ലാ തമസ്തുഹു എന്നാണ്. ഉയർത്തപ്പെട്ട ഖബറുകൾ അത് നിരപ്പാക്കാതെ, അത് ഇല്ലാതെയാക്കാതെ വിടരുത്, ഒഴിവാക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ കൽപ്പിച്ചു. ന്യായീകരിച്ചല്ലാതെ ഈ ഹദീസിനെ ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ എന്താ പറയാരോ, അതൊക്കെ സ്വാലിഹീങ്ങളെ ഖബറിനെ കുറിച്ചല്ല. ശരി, അലി റളിയല്ലാഹു അൻഹുവിനെ അറിയില്ലേ ആരാണ് സ്വാലിഹീങ്ങൾ എന്നത്? അബുൽ ഹയ്യാജ് അൽ-അസ്ദി റളിയല്ലാഹു അൻഹു അറിയില്ലേ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ലേ? എന്താ സഹോദരങ്ങളെ തെറ്റിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ രോഗം മൂർച്ഛിച്ച അവസാന സന്ദർഭങ്ങളിൽ പോലും നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുന്നു, ലഅനല്ലാഹുൽ യഹൂദ വന്നസ്വാറ, ജൂത ക്രൈസ്തവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. ഇത്തഖദൂ ഖുബൂറ അംബിയാഹിഹിം മസാജിദ, അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ സുജൂദിനുള്ള സ്ഥലങ്ങളായി അവർ എടുത്തിരിക്കുന്നു. യുഹദ്ദിറു മാ ഫഅലു, അവർ പ്രവർത്തിച്ച കാര്യങ്ങളെ തൊട്ട് നമുക്ക് താക്കീത്, മുന്നറിയിപ്പ് തന്നിരിക്കുന്നു. ഇതില്ലായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് പുറത്ത് കാണുമായിരുന്നു. അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഹദീസുകൾക്ക് പറയും, ആ സുജൂദല്ലേ, ഞങ്ങൾ ആരും ഖബറിങ്ങ പോയിട്ട് ആരെങ്കിലും നിങ്ങൾ കാണിച്ചു തരും എവിടെ സുജൂദ്? എത്ര ജാറങ്ങൾക്ക് മുമ്പിൽ, കേരളത്തിൽ പോലും പല ജാറങ്ങൾക്ക് മുമ്പിലും സാധാരണക്കാൾ സാഷ്ടാംഗം ചെയ്യുന്നില്ലേ? അപ്പൊ പറയും അത് ഞങ്ങളുടെ ജാറല്ല, അത് ഞങ്ങളുടെ ത്വരീഖത്തല്ല. എളുപ്പമുണ്ടല്ലോ. ഇത് ഇസ്ലാമല്ല, പ്രാമാണികമല്ല എന്ന് പറയാനുള്ള ഈമാൻ എന്താണ് വരാത്തത്? അതാണ് ഷിയായിസത്തിലാണ്, സൂഫിസത്തിലാണ്, സിറാത്തുൽ മുസ്തഖീമിലല്ല, അഹ്ലുസുന്നയുടെ മാർഗത്തിലല്ല. അള്ളാഹുവിന്റെ മുമ്പിൽ ചെയ്യേണ്ടതൊക്കെ അവിടെ പോയി ചെയ്യല്ലേ, അവിടെ പോയി കരഞ്ഞ് കണ്ണീരൊഴുക്കല്ലേ, കൈകൾ ഉയർത്തല്ലേ, മനസ്സ് പൊട്ടി പറയല്ലേ. എന്തിനാ പോണത്? അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടത് മക്കളെ കിട്ടാൻ, ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ, അതിനല്ലേ അവിടെ പോണത്? അതിനവിടെ പോകാനാണോ ഇസ്ലാം പഠിപ്പിച്ചത്? അല്ല. എത്രയെത്ര ഹദീസുകൾ ആ വിഷയത്തിലുണ്ട്. അപ്പൊ സഹോദരങ്ങളെ, ഇത് ഇന്ന് സമൂഹത്തിൽ ഒരു വലിയ രോഗമായി, ഒരു മാറാവ്യാധിയായി ഇതങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്ക് വിശ്രമിക്കാൻ നേരായിട്ടില്ല. നമുക്ക് പ്രമാണങ്ങളിൽ ഉള്ളത് കിട്ടിയെന്ന് പറയാൻ സമയമായിട്ടില്ല. എന്റെ അധ്വാനം, എന്റെ പ്രവർത്തനം നിർത്തിവെക്കാനായി ഇനി ആരെങ്കിലുമൊക്കെ ചെയ്യട്ടെ എന്ന് പറയാൻ നമുക്ക് നേരായിട്ടില്ല. അരക്കെട്ട് മുറുക്കി അങ്ങാടിയിലേക്ക് ഇറങ്ങേണ്ട സമയം അതാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒരു വിശ്രമം നമുക്കില്ല. ഇതിനെതിരെയുള്ള പടപൊരുതൽ വളരെ അനിവാര്യമാണ്. ഇനിയോ ഇത്തരം ജാറങ്ങളിൽ പോയിട്ട് എന്താണ് നടക്കുന്നത് എന്നും വളരെ പ്രധാനപ്പെട്ട മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് പറയാൻ തരുമോ? മരിച്ചു എന്നൊക്കെ ഉറപ്പായ ആളുകൾ വരെ ജീവിപ്പിക്കണ ജാറങ്ങളാത്രേ. നിങ്ങൾ ആലോചിച്ച് നോക്കണി. എന്താ സഹോദരങ്ങളെ ഇത്? സാധാരണക്കാരെ വിഷയത്തേക്ക് എന്താ അവർ കൊണ്ടുവരാത്തത്? ഇപ്പൊ എത്ര ആളുകളാണ് നോക്കാണി ഇങ്ങനെ ജാറങ്ങളിലേക്കും മറ്റുമൊക്കെ ബസ് എടുത്ത്, വണ്ടി എടുത്ത് പോകുന്ന എത്ര ആളുകൾ? ഭാര്യ മരിച്ച് കരയുന്നു, ഭർത്താവ് മരിച്ച് കരയുന്നു, ബാബ പെട്ടെന്ന് വിട്ടുപോയി, ഉമ്മ പെട്ടെന്ന് വിട്ടുപോയി എന്ന് പറഞ്ഞ് അവർ കരയുന്നു. അവിടെ വന്ന് അൽ ഫാത്തിഹ വിളിച്ച് അന്ന് രാത്രിയും 3-നും 7-നും 40-നും ആണ്ടിനും കൂടി തിന്ന് പിരിയുക എന്നല്ലാതെ ഇന്ന ജാറത്തിലേക്ക് ആ മയ്യത്ത് കൊണ്ടുപോകൂ, ആ ജാറത്തിൽ വെച്ച് ബാപ്പാക്ക് ജീവൻ കിട്ടും എന്ന് പറയാനുള്ള ഒരു ധൈര്യം എന്താ ഉസ്താദിനില്ലാത്തത്, മുസ്ലിയാക്കന്മാർക്ക് ഇല്ലാത്തത്? അപ്പോൾ പറയും, കണ്ടോ മശായിഹന്മാരെ കഴിവിനെ ചോദ്യം ചെയ്യുന്നു, എന്നാ അള്ളാന്റെ കഴിവിനെ ചോദ്യം ചെയ്യ്, അള്ളാഹ്ക്കൊന്ന് കഴിയട്ടെ, ഇപ്പൊ ജീവിപ്പിക്ക്. അപ്പൊ നേരെ അള്ളാന്റെ നേരെ തിരി. അത് ഖുർആൻ പറഞ്ഞ കാര്യമാണ്. എന്ത്? അത്തരം ആരാധ്യന്മാരെ ചീത്ത വിളിച്ചാൽ, ചോദ്യം ചെയ്താൽ അപ്പൊ അവർ അള്ളാന്റെ നേരെ തിരിയും. നമ്മൾ എന്തിനാ ചോദിക്കണത്? തിരിയാൻ വേണ്ടി ചോദിക്കണത്. അപ്പൊ നേരെ എന്നാ അള്ളാന് ചെയ്യട്ടെ, ആ വിളിക്കാൻ്റെ അള്ളാനൊന്ന് വിളിക്ക്. അങ്ങനെ വരെ യാതൊരു മടിയുമില്ലാതെ ജനമധ്യത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ പറയുന്ന മുസ്ലിയാക്കന്മാർ ഇന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട മുസ്ലിയാർ അയാളെ കുടുംബത്തിൽപ്പെട്ട ഒന്നിന് ഒരു ജാറത്തിൽ ജീവൻ കൊടുത്ത്, കേട്ടോളി പറയട്ടെ. കോഴിക്കോട്ടെത്തുമ്പോൾ അതിൻ്റെ ടയർ പൊട്ടിപ്പോയി. മൂന്നാമത്തെ ഒരു കാലെടുത്ത് എങ്ങനെയോ അവിടെ എത്തുന്നു. എടപ്പാൾ അങ്ങാടിയിലെത്തിയപ്പോൾ 100 നായകളുണ്ട് അവിടെ, പോകാൻ സമ്മതിക്കാതെ. എങ്ങനെയോ അതിനെ തട്ടിച്ച് അങ്ങോട്ട് പോയി. അപ്പോൾ ഈ പെണ്ണ് ഹയാത്തായി, മരിച്ചു എന്ന് പറയാം. അങ്ങനെ ഞങ്ങൾ അവിടെ തന്ന് പെണ്ണിനെ മക്ബറയിലിട്ടിട്ട് അടച്ച് ഞങ്ങൾ പുറത്ത് കാത്തുനിന്ന്. സുബ്ഹാന ജല്ല ജലാലുഹു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വാതിലിനെ മുട്ടി വിളിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒന്നായിട്ട് കീറിയിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ അനുഭവം, വേറെ ആരും കേട്ട് പറഞ്ഞതൊന്നുമല്ല. കേട്ടല്ലോ നിങ്ങൾ, കാന്തപുരം മുസ്ലിയാർ അനുഭവമാണ്. എടപ്പാൾ ഭാഗത്ത് അയിലക്കാട് ജാറത്തിലാത്ര ഈ അനുഭവം. എന്താ ഇതിനൊക്കെ നമ്മൾ പറയാ? കാരണം ഷിയാക്കളിൽ നിന്ന് കിട്ടിയ അടിസ്ഥാനമാണ്, കൊടുത്ത കഴിവാണ്. അവരിൽ നിന്ന് കിട്ടിയ അടിസ്ഥാനമാണ് മരിച്ചാൽ പിന്നെ പവർ കൂടും, ശക്തി കൂടുന്നാണ്. ഈ പുസ്തകം
കാന്തപുരം മുസ്ലിയാർ തന്നെ അവതാരിക എഴുതി കൊടുത്ത പുസ്തകമാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ പഠിച്ച് അവിടെ ജോലി ചെയ്തിരുന്ന ഒരു സഖാഫിയാണ് ഈ പുസ്തകം എഴുതിയത്. അപ്പോൾ ഈ പുസ്തകത്തിൽ പറയുന്ന അപകടകരമായ വരികളിൽ ഒക്കെ അപകടമാണ്, ഒന്നും നല്ലതില്ല. അതിൽ നോക്കൂ നിങ്ങൾ, CM മടവൂര് പറയാത്രേ, വൽ ഗൗസു സുൽത്താൻ ഖുതുബുൽ ആലം അൽ മദവൂരി അല്ലദീ സറഹഹു വനഫ്സുഹു. മൂപ്പര് സ്വയം പറഞ്ഞു, ബിഅന്നഹു മാ അഅതല്ലാഹു തആല മഖാമഹുൽ ആലി അഹദൻ മുൻദു 100 സന മാദിയ. കഴിഞ്ഞ 100 കൊല്ലമായിട്ട് എനിക്ക് തന്ന ഒരു മഖാം അല്ലാഹുർക്കും കൊടുത്തിട്ടില്ല. അപ്പൊ എന്താ മഖാം അറിയോ? ഞാൻ തന്നെയാണ് അല്ലാഹ്, അന മുദബ്ബിറുൽ ആലം, ഞാനാണ് ലോകത്തിന്റെ മുദബ്ബിർ എന്ന് പറയാനുള്ള പവർ അല്ലാഹ് ഇയാൾക്ക് കൊടുത്തു. ഇയാൾ തന്നെ പറയാം. അപ്പൊ ഇതിലൊരു ബൈത്തുണ്ട്, എന്താ അറിയോ? പാമ്പ് കടിയേറ്റ് ഡോക്ടർമാര് മരിച്ചൂന്ന് വിധി പറഞ്ഞു, മരിച്ചു. പക്ഷേ വിട്ടില്ല, CM മടവൂര് ജീവിപ്പിച്ചു എന്നാണ്. അഹ്യൈത മൈതൻ ബിൽ കറാമത്തി മുഅലിന നർജു ഹയാത്തൽ ഖൽബി ഖുതുബൽ ആലമീ. മരിച്ചതിനെ നിങ്ങളെ കറാമത്ത് കൊണ്ട് ഖുതുബുൽ ആലമേ നിങ്ങൾ ജീവിപ്പിച്ചല്ലോ. ഉണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ അനുഭവങ്ങൾ പറയാൻ അർഹതയുള്ള ആൾ തന്നെയാണ്. കാരണം ഈ CM മടവൂരിൻ്റെ വലിയ ആശീർവാദം കിട്ടിയ ആളാണ് ആര്? കാന്തപുരം മുസ്ലിയാർ. അപ്പം ഇനി അയാളെ വഫാത്തിന് ശേഷം മൂപ്പരെ പറ്റി അങ്ങനെ പറയണമെങ്കിൽ എന്ത് വേണം? ഇപ്പം തന്നെ എന്ത് ചെയ്യണം? പല ജാറങ്ങളിലും അങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു പോരണം. ഇതിലുണ്ട്, അന മുദബ്ബിറുൽ ഒക്കെ ഇതിലുണ്ട്, എല്ലാം ഇതിലുണ്ട്. തിരുത്തപ്പെടാതെ പിൻവലിക്കപ്പെടാതെ ന്യായീകരിച്ചു പോകുകയാണ്. ഇത് എല്ലാ വീടുകളിലും എല്ലാ സദസ്സുകളിലും വായിക്കാൻ അർഹതപ്പെട്ട കിതാബാണ് എന്ന് കാന്തപുരം മുസ്ലിയാർ അവതാരിക കൊടുത്തു. അപ്പം ഇങ്ങനെ ജനങ്ങളെ ഈ അന്ധവിശ്വാസങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന പണിയിലാണ് ഇവരൊക്കെ ഇപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി തീർന്നില്ല. ഇപ്പം ഈ മാസം തകൃതിയായി നടത്തപ്പെട്ടൊരു ഉറൂസ് ഉണ്ട്. പല ഉറൂസുകളിലും പെട്ട ഒന്നാണ് തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരെ ഉറൂസ്. അവിടുത്തെ വെള്ളത്തിന് പോരിശയാണ്, അവിടുത്തെ കൊടിമരത്തിന് പോരിശയാണ്, അവിടുത്തെ മണ്ണെന്നെ അതിന് തുല്യമായ മണ്ണ് ലോകത്തിന് എവിടെ ഉണ്ടാവില്ല, അമ്മാതിരി മണ്ണാണ്. അപ്പോൾ ഒരു ആത്മീയ ചൂഷണ തട്ടിപ്പ് വിദ്വാനുണ്ട്, അങ്ങനെ തന്നെ പറയാണ്. നേരം വെളുത്ത് വൈകുന്നേരമാകുമ്പോഴേക്ക് സോഷ്യൽ മീഡിയകളിലൂടെ മതത്തിൻ്റെ പേരിൽ ജനങ്ങളെ തട്ടിപ്പ് നടത്തി ചൂഷണം ചെയ്ത് അന്ധവിശ്വാസങ്ങളിൽ തളച്ചിടുന്നവരെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ. മൂപ്പര് ഇപ്പം കഴിഞ്ഞ ഉറൂസിൽ, ഇപ്പം ഈ കഴിഞ്ഞ മണം മാറാത്ത ഉറൂസ് ഉണ്ട്, ആ ഉറൂസിൽ മൂപ്പര് ഭയങ്കര പോരിശിൽ പറയാണ്. നിങ്ങൾ കേട്ടോ? ഭയങ്കര മണ്ണായി മണ്ണ് നോഹനെ ഭയങ്കര മുത്തുമിനിങ്ങളായത് ഭയങ്കര മണ്ണായി മണ്ണ്. നോഹ നബിന്റെ കപ്പലാന്ന് ഉസ്താദ് ഇടക്കിടക്ക് പറയാറുണ്ട് പോലും. ഭയങ്കര അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മണ്ണാണ് ഈ മണ്ണ്. ഇവിടുന്ന് നമ്മളോട് പോകുമ്പോൾ നമ്മളെ ഉദ്ദേശം അത് പൂർത്തിയാവണം. ഇൻഷാ അല്ലാഹ് പറയും മുത്തുമിനിങ്ങളെ, മനസ്സറിഞ്ഞ് പറയും ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇതാണ് ബ്രാൻഡഡ് സ്റ്റിക്കർ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ് അല്ലാതെ അത് പോവില്ല. തിരിഞ്ഞില്ലേ? ഇൻഷാ അല്ലാഹ് പറയും മുത്തു മുഅ്മിനീകളേന്നാ. മുഅ്മിനീങ്ങളെ അല്ലാഹ് എന്തിനാ വിളിച്ചറിയോ? അള്ളാഹുവിലേക്ക് നിങ്ങൾ വരുന്നു പറയാനാ. മനസ്സിലായോ? അല്ലാതെ ഇതുപോലെയുള്ള തട്ടിപ്പിന് പോകണമെന്നല്ല. മുഅ്മിനീങ്ങളെന്ന് വിളിച്ച് തട്ടിപ്പ് പറഞ്ഞിട്ട് പിന്നെ ഇൻഷാ അല്ലാഹ് കൊണ്ട് കാര്യലാഭം ഉണ്ടാക്കുക. ഇതാ ചൂഷണം എന്ന് പറഞ്ഞാൽ. ഇത് ഡ്യൂപ്ലിക്കേറ്റാണ്, എടുത്ത് വലിച്ചെറിയണം ഈ സാധനം. ആ ജാറത്തിലെ വലിയനെ പറ്റി എഴുതപ്പെട്ട പുസ്തകമാണ് ഔലിയായി രാജകളി തൃപ്പനച്ചി ഉസ്താദ്. ഈ പുസ്തകത്തിൻ്റെ ഉള്ളു വായിച്ചാണ്ടല്ലോ ഇതിങ്ങനെ കൈകൊണ്ട് പിടിക്കൂല, അത്രക്ക് ജീർണതകളാണ്. മനസ്സിലായോ? കേട്ടോളി, ഇതാ ഷിഫാ വെള്ളം, അവിടുത്തെ വെള്ളം കേട്ടോ, ഷിഫാ വെള്ളം. ഉസ്താദ് കൊടിമരത്തിൻ്റെ അല്പം താഴെയായി ഒരു കുളം കുഴിച്ചു, അതിൽ വെള്ളം കണ്ടു. സംസം വെള്ളം, നൈൽ നദിയിലെ വെള്ളം തുടങ്ങിയ ബറക്കത്തുള്ള വെള്ളങ്ങളുടെ പേര് പറഞ്ഞ് ഈ വെള്ളം അതിനൊക്കെ ഒക്കുമെന്ന് ഉസ്താദ് പറയുകയുണ്ടായി. സംസം വെള്ളത്തിനൊക്കും എത്രേ? എന്താ ഉസ്താദുമാരെ നിങ്ങൾക്ക് പറ്റിയത്? സംസം വെള്ളത്തിന്റെ ബറക്കത്തിനെ കുറിച്ച് ആരാ അറിയിച്ചത്? ഏഴാകാശങ്ങൾക്കപ്പുറത്തിന് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അതാരാ നമ്മളെ പഠിപ്പിച്ചത്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. മാഉ സംസം, സംസം വെള്ളം അത് ബറക്കത്താക്കപ്പെട്ട വെള്ളമാണ്. മാഉ സംസം ലിമാ ശുരിബ, അതെന്തിനു വേണ്ടി കുടിക്കപ്പെട്ടോ അതിനുള്ളതാണ്. അത് ത്വആമാണ്, നല്ല രുചിയുള്ള ഭക്ഷണമാണ്. ആ വെള്ളത്തിന് തുല്യമാണോ ആ കിണറ്റിലെ വെള്ളം? എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? തട്ടിപ്പല്ലേ ഇത്? ചൂഷണമല്ലേ ഇത്? സാധാരണക്കാരെ ഇവരെ നിങ്ങൾ കുറച്ചൊന്നും പേടിച്ചാൽ പോരാ, വിഷജന്തുക്കളാണ്, ചെറിയ വിഷമൊന്നുമല്ല. സംസം വെള്ളത്തിനെ കൂട്ടുപിടിച്ചു. ചൂഷണത്തെ വിജയിപ്പിക്കാൻ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചല്ലാതെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുമോ? ഒരിക്കലും കഴിയൂല.
ഒരിക്കലും കഴിയൂല. ഇനിയോ കൊടിമരം, റിഫായി കൊടിമരം, റിഫായി ഷെയ്ഖ് തങ്ങളുടെ കൽപ്പന നിർവഹിച്ചുകൊണ്ട് ഒരു കൊടിമരം റിഫായി ഷെയ്ഖ് തങ്ങളുടെ പേരിലും ഉസ്താദ് നാട്ടുകയുണ്ടായി. റിഫായി ഷെയ്ഖ് തങ്ങളും റിഫായി ത്വരീഖത്തുമായി ബന്ധപ്പെട്ട് സർവ്വ ഔലിയാവും ആ കൊടിമരത്തിൽ ഹാദിറാകുമെന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അതിനാൽ അവിടെയും ദുആക്ക് ഉത്തരമുണ്ട്. കച്ചവടം തന്നെ. മക്കത്തും മദീനത്തും പള്ളിയിലുമൊക്കെ ദുആക്ക് പെട്ടെന്ന് ഉത്തരണ്ട്. എന്താ പള്ളിക്ക് വിളിക്കാത്തത്? അതിന്റെ സമീപത്ത് പള്ളിയുണ്ട്, ജാറമുണ്ടെങ്കിൽ അത് പള്ളിയാക്കാൻ പറ്റൂല. അപ്പൊ ജാറത്തേക്ക് വിളിക്കുക. ഇനി നിങ്ങൾ കേൾക്കണോ? കൊടിമരത്തിന്റെ പോരിച്ച് അതിലേറെ രസ. എന്താ അറിയോ? മൊഹീദ്ദീൻ ശൈഖിന്റെ കൊടിമരത്തിന്റെ 2ാം നില വാർപ്പ് തുടങ്ങിയ സമയത്ത് ഉസ്താദ് പറയട്ടോ, ഇപ്പോൾ ഈ പണി തുടങ്ങുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ നിർദ്ദേശപ്രകാരമാണ്. അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ആ പേര് പറയാൻ ഇത്തരം ചൂഷകന്മാർക്ക് എന്തർഹതയാണുള്ളത്? തൻ്റെ കുടുംബത്തോട്, തൻ്റെ നാട്ടിലുള്ളവരോട്, തൻ്റെ പിതാവിനോട് ഞാനിതാ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിർക്കിനോട് പരസ്യമായി വിട്ടുനിൽക്കൽ പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ വേണ്ടി റബ്ബിനോട് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ ഇബ്രാഹിം നബിനെ കൂട്ടുപിടിക്കുക. പിന്നെയോ ഈ പണിക്ക് കൂടിയവർക്ക് ഹജ്ജ് ചെയ്തതിനേക്കാൾ കൂലി കിട്ടും. ഔ, ഹജ്ജൊന്നൊന്നുമല്ല. നിങ്ങൾ ആലോചിച്ചാൽ ആ കൊടിമരത്തിന്റെ പണി ചേർന്നാൽ ഹജ്ജിന്റെ കൂലി. ഈ 2 കൊടിമരങ്ങൾക്കിടയിൽ നടന്നാൽ സഫാ മറുവക്കിടയിൽ നടന്ന കൂലിയുണ്ട്. എന്താ സഹോദരങ്ങളെ ഇതൊക്കെ? അപ്പൊ സഫാ മറുവയും വേണം. കാരണം ഇന്ന സഫാ വൽ മറുവത മിൻ ശആഇരില്ലാഹ്. സഫാ മറുവ ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ആ ചിഹ്നങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ വൃത്തികെട്ട കൊടിമരത്തെ വെളുപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാ ഷിയായിസം, ഇതാ സൂഫിസം. സത്യം പറയില്ല, ബാത്തിൽ പൊളിക്കൂല, ഖുർആനും പ്രമാണവും ഒന്നുമില്ല, ജഹാലത്ത് ദലാലത്ത് അതങ്ങനെ വിളിച്ചു പറയാ. ഇത് പറയാൻ വേണ്ടി എന്നിട്ട് പറയാ നൂഹ് നബിന്റെ കപ്പലാണ് ഈ സ്ഥലം. നൂഹ് നബിന്റെ കപ്പലല്ലത്. നൂഹ് നബി നിയോഗിക്കപ്പെടാൻ കാരണമായ ഷിർക്കിന് വളം വെച്ച വഴികൾ എന്താണോ അത് കൃത്യമായി തഴച്ച് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അന്ന് നൂഹ് നബി അലൈഹിസ്സലാം നിയോഗിക്കപ്പെട്ടപ്പോ വദ്ദും സുആവും യഊസും യഊക്കും നസ്റും ഒക്കെ പ്രത്യേക നാട്ടക്കുട്ടികളായി മാറ്റപ്പെട്ട് ആരാധിക്കപ്പെടുന്ന, പ്രാർത്ഥിക്കപ്പെടുന്ന, പൂജിക്കപ്പെടുന്ന അവസ്ഥ ഉണ്ടായല്ലോ. അതേ സ്ഥാനത്തേക്ക് ഈ CM മക്കാമും, ഈ തൃപ്പനച്ച് മക്കാമും, അത്തിപ്പറ്റ മക്കാമും, വരക്കൽ മുല്ലക്കോയ മക്കാമും, അങ്ങനെ പല പല മക്കാമുകളും അവിടേക്കാണ് കയറി വന്നു. നൂഹ് നബിന്റെ കപ്പലല്ല അത്. നൂഹ് നബി അലൈഹിസ്സലാം കൊണ്ടുവന്നതും പഠിപ്പിച്ചതും അതെന്താണോ അതിനെ കൃത്യമായി പൊളിക്കുന്ന, തകർക്കുന്ന, അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ട സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഈ തട്ടിപ്പുകളെ, ഇത്തരം ആളുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞില്ലെങ്കിൽ സഹോദരങ്ങളെ പരലോകത്താണ് പ്രശ്നം. മരണമാസന്നമായത് മുതൽ പ്രശ്നമാണ്. ഇസ്തിഖാമത്തില്ലാതെ, തൗഹീദില്ലാതെ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടി വരും. അത് പ്രശ്നമാണ്. നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ കൊടുത്ത കഴിവ് എന്നുള്ള ഈ ഒരു മുസീബത്ത് ഉണ്ടല്ലോ, ആ മുസീബത്ത് എന്തും പറയാം എന്ന അവസ്ഥയിലേക്ക് വരുത്തിച്ചു. അങ്ങനെ പറഞ്ഞ് അള്ളാന്റെ സ്വഭാവങ്ങൾ അവൻ്റെ ഔലിയാക്കളും കൊടുക്കും. അത് പറഞ്ഞെന്തിനറിയോ? അള്ളാന്റെ സ്വഭാവങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ള കഴിവുകൾ, അവൻ്റെ വിശേഷണങ്ങൾ, ആ വിശേഷണങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് കൊടുക്കും. എന്നിട്ട് കോഴിക്കോട് ജില്ലയിലെ അപ്പവാണിഭ ജാറത്തെ ന്യായീകരിക്കുക ഒരു മുസ്ലിയാർ. കേട്ടോ, അള്ളാന്റെ സ്വഭാവം അള്ളാന്റെ ഔലിയാക്കന്മാർക്കുണ്ടാവും. ഉദാഹരണം അജ്മീർ ഖാജ തങ്ങളുടെ 3ാമത്തെ ഖലീഫയാണ് കോഴിക്കോട് അപ്പാണിയ പള്ളിയിൽ കിടക്കുന്ന മഹാനായ വലി ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ലിംസി തങ്ങൾ. ആ മഹാന്റെ അടുത്ത് പഴയകാലത്ത് അടിയന്തരാവസ്ഥക്കാലത്ത് വ്യഭിചാരി പെണ്ണുങ്ങളൊക്കെ കേസെടുക്കും പോലീസുകാർ. രാത്രി അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടി പെണ്ണുങ്ങളൊക്കെ പിടിച്ചിട്ട് ജയിലിലോ. അപ്പോൾ ഈ ഫാജിരികളായ പെണ്ണുങ്ങൾ കേസിൽ വിധി അനുകൂലമാകാൻ വേണ്ടി ചന്ദനത്തിരി കൊണ്ടുപോയി മക്കാമ് കൊടുക്കും. അപ്പം വല്ലാക്കത്ത് ഇത് കണ്ടപ്പോൾ എല്ലാ ദേഷ്യം പിടിച്ചു. ഈ മക്കാമിന് അല്ലെങ്കിൽ തന്നെ മുത്തദീകളെ ആക്ഷേപിക്കാം ശേഖന്റെ പള്ളിന്. ഈ ജാതി വൃത്തികെട്ട ഫാജിരികളായ തമ്മാടിച്ചി പെണ്ണുങ്ങൾ ഇവിടെ നാളെ അടുത്ത വെള്ളിയാഴ്ച അധികം കേസെടുക്കാം. വെള്ളിയാഴ്ച ഇനി ഇവിടെ ചന്ദനത്തിരി ആയിട്ട് വരികയാണെങ്കിൽ ഞാനത് തടയും. ആരും മല്ലാക്ക നെയ്യത്തി. അന്ന് രാത്രി മല്ലാക്ക ഉറക്കത്തിൽ കാണാരെ അബുൽ വഫാ ശംസുദ്ദീൻ മുഹമ്മദ് ബിൻ അലാവുദ്ദീൻ ലിംസി തങ്ങളെ അള്ളാഹ് റഹ്മാനാന്ന് ഓർത്തിട്ടോ. അർത്ഥം മനസ്സിലായില്ലേ? മാർച്ചികൾക്കും റിസ്ക് അള്ളാഹ് നൽകുന്നത്, സ്വാലികൾക്കും മുഅ്മിനീങ്ങൾക്കും റിസ്ക് നൽകുന്നവരെ അള്ളാഹുവാണ്. അവിടെ റഹ്മാനാണ് അള്ളാഹ്. അതുകൊണ്ട് ഇനി മേലാൽ ഇവിടെ വരുന്ന ഇന്ന സിയാറത്ത് ചെയ്യാൻ വരുന്നവരൊന്നും തടയണ്ട കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹിന്റെ സ്വഭാവമാണ് അള്ളാഹുവിന്റെ മെഹബൂബികളായ ഔലിയാക്കന്മാർ. ഒരു വാക്കുകൂടി പറഞ്ഞാൽ മതി, മൂപ്പരെന്നെ അള്ളാഹ് എന്നാ തീരുമാനമായിരുന്നു. എന്തിനാണ് ഇപ്പൊ ഈ കഥയോടെ പറഞ്ഞത്? മൂപ്പര് തിരിഞ്ഞോ? മനസ്സിലായില്ലേ?
അഥവാ അല്ല റഹ്മാനാട്ടോ. അപ്പൊ കളിച്ചാൻ നിൽക്കണ്ട, ഈ ജാറത്തിക്ക് ആര് വന്നാലും ഓല ഞാനും നന്നാക്കും, എനിക്കും ആ റഹ്മാൻ ആകാനുള്ള യോഗ്യത അല്ല തന്നിക്കണു. മനസ്സിലായോ? അതിനാ ഈ കഥ ഇങ്ങനെ ഉരുട്ടി പരത്തി കൊടുക്കുന്നത് മൂപ്പര്. അള്ളാന്റെ സ്വഭാവങ്ങൾ അതെങ്ങനെ അല്ല കൊടുക്കുക? എന്താ സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ വിശ്വാസത്തിന്റെ മർമ്മം തിരിയാത്തവർ എന്തുകൊണ്ട് തിരിഞ്ഞില്ല? ഈ ഷിയാക്കളും സൂഫികളും എഴുതിയതായ വാറോലകൾ, പാളക്കിതാബുകൾ, അതൊക്കെ അറബിയിലല്ലേ എന്ന് കരുതി നീട്ടിപ്പരത്തി വായിച്ചു. അപ്പോൾ അന്ധവിശ്വാസങ്ങൾ തലയിലേക്ക് അടിച്ചു കയറി. അള്ളാഹുവിന്റെ നാമങ്ങളും സവിശേഷമായ വിശേഷണങ്ങളും അതിനോട് കൃത്യമായ നിലപാടുണ്ട്. ആ നിലപാടുകളിൽ വെള്ളം ചേർക്കാനോ വീഴ്ച വരുത്താനോ പാടില്ല. അള്ളാന്റെ സ്വഭാവം കൊടുക്കൂല, അതാർക്കും അല്ല കൊടുക്കൂല. ഖുർആൻ ചോദിച്ചില്ലേ, ഫമാലക്കും കൈഫ തഹ്കുമൂൻ, എന്ത് വിധിയാണ് നിങ്ങൾ നടത്തുന്നത്? എവിടെയാണ് ഖുർആൻ ഈ ചോദിച്ചത്? അള്ളാഹുവിന് പുറമെയുള്ളവർ സത്യത്തിലേക്ക് നിങ്ങളെ വഴി നടത്തുമോ അതൊന്ന് കാണിക്കൂ നിങ്ങൾ എന്ന് പഠിപ്പിച്ച് ഖുർആൻ ചോദിക്കുകയാണ്. നിങ്ങൾ എന്ത് വിധിയാണ് ഈ നടത്തുന്നത്? നിങ്ങളെ വിചാരങ്ങളെ മാത്രമാണ് നിങ്ങൾ പിൻപറ്റുന്നത്. നിങ്ങൾക്ക് തോന്നിയത്, നിങ്ങൾക്ക് വിചാരിച്ചത്, അതിലേക്കാണ് നിങ്ങൾ പോകുന്നത്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞു, സുമ്മ ബയ്യന തആല, അല്ലാഹു തആല വിശദീകരിച്ചിരിക്കുന്നു, അന്നഹും, ഈ ആളുകളുണ്ടല്ലോ, അവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? അവർ വിചാരിച്ച കുറേ ദീനിലൂടെ മാർഗത്തിലൂടെ പോവുകയാണ്. എന്നാൽ അല്ലാഹ് അവർക്ക് തെളിവ് കാണിച്ചു കൊടുക്കുന്നു, കൃത്യമായ പ്രമാണം കാണിച്ചു കൊടുക്കുന്നു. പക്ഷേ അവരവരുടെ ലൊന്നിലൂടെയാണ് പോകുന്നത്. ആ ലൊന്നെന്താണ്? തവഹുമാണ്, തഖയ്യുലാണ്, തോന്നലുകളാണ്, വിചാരങ്ങളാണ്. അങ്ങനെ സ്വപ്നം കാണുന്നേ, സ്വപ്നം ഇങ്ങനെ കാണുക, അതിങ്ങനെ വലിയ പോരിശായിട്ട് പറയാ, അത് ഖുർആൻ പറഞ്ഞതാ, അത് നിങ്ങളെ ലൊന്നാട്ടോ, വലിച്ചെറിഞ്ഞോളിയും, ശരിയിലേക്ക് വന്നോളിയും. അല്ല കൊടുക്കൂല, അല്ല കൊടുക്കുന്നു പറഞ്ഞു കണ്ട് എന്ത് ചെയ്യണം? അതങ്ങനെ സ്ഥാപിക്കണം. മാത്രമല്ല, ആ കൊടുത്ത കഴിവുള്ളത് കൊണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം ഇപ്പോഴും നമ്മളെങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്നതും അതേപോലെ നമ്മൾ പറയുന്നതും നമ്മൾ തിരിയുന്നതും എത്രത്തോളം. ഈ വേണ്ടാത്തരങ്ങൾ നടക്കുന്ന മഖാമുകളൊക്കെ, അവിടെ നടക്കുന്ന ഇത്തരത്തിലുള്ള ഉറൂസ്, ആണ്ട്, അനാചാരങ്ങൾ, അതിങ്ങനെ കണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തി അടയാനാ. കേട്ടോളി, പറയട്ടെ. നമ്മൾ ഈ കൂടലുണ്ടല്ലോ, ഇത് എന്നെ വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും അതുപോലെ തിങ്കളാഴ്ച ഒക്കെ നിങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ ഈ എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നുണ്ടെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മൾ ഇരിക്കുന്നത് മുത്തനബി ഇങ്ങനെ കാണുകയാണ്. മദീനത്തെ റൗദാ ശരീഫിൽ ഇരുന്നിട്ട് നമ്മളെങ്ങനെ നോക്കുകയാണ്, എന്താണ് ആ പള്ളിയിൽ മഹാനായ മുത്തനബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹബീബായ ഷെയ്ഖുൽ ഖാദിരിയ വരിഫായിയ മഹാനായ ഷെയ്ഖ് മുഹമ്മദ് മുസ്ലിയാരുടെ ആണ്ടോടനുബന്ധിച്ച് എന്താണ് മുഅ്മിനീങ്ങൾ, എൻ്റെ ഉമ്മത്തിമാര് എന്താണ് പറയുന്നത്, എന്താണ് കേൾക്കുന്നത് എന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. കേട്ടില്ലേ? തൃപ്പനച്ച് ജാറത്തിലെ ആണ്ടിനോടനുബന്ധിച്ചേ എന്താ മുത്തു മുഅ്മിനീങ്ങൾ ചെയ്യണത് നബി ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. എന്താ സഹോദരങ്ങൾ ഇതിനൊക്കെ നമ്മൾ പറയാ? മഹാനായ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ കപടന്മാരെ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എത്രേ. മറ്റു 3 ഖുലഫായിന്റെ കാലഘട്ടങ്ങളിൽ ഈ ഖവാരിജുകൾ, ഷിയാക്കൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ എത്രേ. എന്തേ അവരൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ? എന്തേ കണ്ട് ഇടപെട്ട് ഒരു പരിഹാരം പറഞ്ഞു കൊടുക്കായിരുന്നു? ഇതൊക്കെ ചരിത്രം വെച്ച് വായിക്കുമ്പോൾ അഹ്ലുസുന്ന പ്രതികൂട്ടിന് അങ്ങനെ ചോദിക്കാൻ പാടില്ല, കുരുത്തക്കേടുണ്ടാവും, പേച്ചുപോയി, വഹാബിയായി, ചോദിച്ചാ വഹാബിയായി, എന്തും പറയും ഇവർക്ക്. എന്നിട്ട് അതിനുവേണ്ടി ആയത്തുകളും ഹദീസുകളൊക്കെ ദുർവ്യാഖ്യാനിക്കുക, ഇല്ലെങ്കിലോ ദുർബല ഹദീസുകൾ കൊണ്ടുവരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ അമലുകൾ കാണും എന്ന് സ്വഹീഹായ ഹദീസിൽ എവിടെയില്ല. എന്നാലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ എത്തിച്ചു കൊടുക്കും. അതിന് അല്ലാഹ് വെച്ച ഒരു സംവിധാനമുണ്ട്. അത് റബ്ബ് നിശ്ചയിച്ചതാണ്, നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റൂല. അതിനെ എടുത്തുകൊണ്ട് വേറെ ഒന്നിലേക്ക് മാറ്റാൻ പറ്റൂല. അത് അതിനു വേണ്ടിയുള്ളതാണ്. അപ്പൊ ഇല്ലാത്ത ദുർബലമായ വാക്കുകൾ എടുത്ത് തെളിവുണ്ടാക്കുക. ഇനി ഇതിനായത്തുകൾ തന്നെ, ഇതൊക്കെ എന്താ അറിയോ, ഇത് കാണിച്ചു തരുന്നത് പുതിയതാണ്, ഇതൊന്നും പഴയതല്ല. ഇതൊക്കെ ഇപ്പോഴും സമൂഹം ഇതിൽ തന്നെയാണെന്ന് ബോധ്യപ്പെടാനാണ്. എത്ര ആയത്തുകളെയും അതുപോലെ ദുർബല ഹദീസുകളെയും ഉദ്ധരിച്ചുകൊണ്ട് ഇതിനൊക്കെ തെളിവുണ്ടാക്കുക. കേട്ടോളിയ ഭാഗം. എന്നാൽ മുത്തുനബി നമ്മളെ ലൈവായി കാണുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്നിലേക്ക് പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. നല്ലത് കണ്ടാൽ ഞാൻ സ്തുതിക്കും, നല്ലതല്ലാത്തത് കണ്ടാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാപ്പിനപേക്ഷിക്കും എന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ട്. മാബി സാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ സന്തത സഹചാരിയായ മുത്തുനബിയിൽ യാതൊരു നിലക്കുള്ള ജിന്നത്തുമില്ല, നിങ്ങളുടെ കൂടെയുള്ള. ഇന്നാ അർസൽനാക ഷാഹിദൻ, മുത്തുനബിയെ നമ്മൾ റസൂലായി അയച്ചിട്ടുള്ളത് എല്ലാം കണ്ട് ലൈവായി കണ്ട് സാക്ഷി പറയാനാണ്.
നിങ്ങൾ അമല് ചെയ്യണം. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹും അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ അമലുകൾ കാണുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ മുത്തുനബി നമ്മൾ ചെയ്യുന്നതും നമ്മൾ പറയുന്നതും നമ്മൾ കാണിക്കുന്നതും ഒക്കെ മുത്തുനബി കാണുന്നുണ്ട്. നാം നന്മയിലേറാനായി കൊതിച്ച നബിയാണ്. നാം തിന്മ ചെയ്ത നേരം കരഞ്ഞ നബിയാണ്. നമ്മൾ വിശ്വസിച്ച് മദ്ഹ് ചൊല്ലി, ബുർദ ചൊല്ലി, സ്വലാത്ത് ചൊല്ലി, ഇഷ്ക് വെച്ച് നമ്മൾ എവിടെ എത്തണം? എന്റെ മുമ്പിൽ മുത്തുനബി ഉണ്ട്. ഞാൻ മുത്തുനബിയിൽ നിന്ന് കണ്ണ് വെട്ടിച്ച് ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന ഈമാനിലേക്ക് നമ്മൾ എത്തണം. ആ ഈമാൻ നമ്മൾക്ക് കിട്ടിയാൽ നമ്മൾക്ക് മുഅ്മിനായി മരിക്കാനുള്ള സമയം. അങ്ങനത്തെ ഒരു ഈമാനിക്ക് എത്തേണ്ട ആവശ്യമില്ല. മറിച്ച് എത്തേണ്ട ഈമാൻ ഏതാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തത് ചെയ്യുക, അവിടുന്ന് പറഞ്ഞതും പഠിപ്പിച്ചതും ചെയ്യുക, അവിടുന്ന് പറയാത്തതും പഠിപ്പിക്കാത്തതും പുതിയതായി ഉണ്ടാക്കി അതൊക്കെ ദീനാണ്, അതൊക്കെ വിശ്വാസമാണ് എന്ന് പറയുന്ന പണിയിൽ നിന്ന് മാറിയാൽ ഈമാൻ ഉണ്ടാകും. അതാ വേണ്ടത്. ഒരു ദുർബല ഹദീസും 3 ആയത്തോ മൂപ്പര് ഓതിയത്. ദുർബല ഹദീസ് വേണ്ട, പോട്ടെ. ബാക്കി 3 ആയത്തുകളോ ഇവരെന്താണോ വാദിച്ച് സ്ഥാപിക്കുന്നത് അതിലേക്കുള്ള തെളിവുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിത കാലഘട്ടത്തിൽ അവിടെ നിന്റെ മുമ്പിൽ വെച്ച് ഓരോരുത്തരും ചെയ്യുന്ന കാര്യങ്ങൾ കാണുന്നുണ്ടായിരുന്നു. തർക്കണ്ടോ? ഇല്ല. പക്ഷേ ആ പ്രവർത്തനങ്ങളുടെ ഉള്ള് ആർക്കറിയില്ല? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയില്ല. എന്തേ സഹോദരങ്ങളെ, കപട വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പിൽ പലതും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തു. എന്തേ അവിടുന്ന്? നീ ഇതാണല്ലേ നിന്റെ മനസ്സ്, എനിക്കത് കാണാ, നീ മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എന്തേ അങ്ങനെ പറയാതിരുന്നത്? അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ പ്രവർത്തനങ്ങൾ നോക്കിയിട്ട് നിന്റെ പ്രവർത്തനങ്ങളിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഈമാന്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്, അത് കൂട്ടണട്ടോ, എന്തേ പറയാതിരുന്നത്? ജീവിതകാലത്ത് പോലും സാധിച്ചിട്ടില്ല, പിന്നല്ലേ വഫാത്തിന് ശേഷം? വഫാത്തിന് ശേഷം കഴിവ് കൂടുന്നാണല്ലോ ഇവർ തത്വം. ഇനിയൊക്കെ പോകട്ടെ, ഏതൊരു സാധാരണക്കാരനും കേട്ട് ഒരു പക്ഷേ മനപ്പാടമുള്ള ഹദീസായിരിക്കുമല്ലോ. നാളെ പരലോകത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദുൽ കൗസറിന്റെ സമീപത്തുണ്ടാകും. അവിടുന്ന് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും. അവിടുന്ന് പറയും, ഇന്നഹും ഉമ്മത്തി, എൻ്റെ ഉമ്മത്താണവർ, എൻ്റെ ഉമ്മത്താണവർ. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നക ലാ തദ്രി മാ ബദ്ദലു ബഅദക്. പ്രവാചകരെ, നിങ്ങളെ കാലശേഷം അവരെന്തൊക്കെയാണ് മാറ്റിമറിച്ചതെന്ന് നിങ്ങൾക്കറിയില്ല. പല ആളുകളും ദീൻ ഒഴിവാക്കിയവരാണ്, പല ആളുകളും ദീനിനെ കളിയാക്കിയവരാണ്, പരിഹസിച്ചവരാണ്, പുച്ഛിച്ചവരാണ്. പ്രവാചകരെ, നിങ്ങൾക്ക് അവരവസ്ഥ അറിയില്ല. ഇവർ വാദിക്കും പ്രകാരം, ജൽപ്പിക്കും പ്രകാരമാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയാ? അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്, ഇങ്ങോട്ട് പോരണ്ട, നിന്റെ പിന്നിത്താള് പോരട്ടെ, അയാൾ ഉഷാറായിരുന്നു എന്നല്ലേ പറയേണ്ടത്? അതുകൊണ്ട് തീർന്നില്ല. മാ അഹദസൂ ബഅദക്, നിങ്ങൾക്ക് ശേഷം എന്താണ് അവർ പുതിയതായി മരത്തിന്റെ പേരിൽ ഉണ്ടാക്കിയത് നിങ്ങൾക്കറിയില്ല. ഇങ്ങനെ വരെ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, അവിടെ നിൽക്ക്, വിദൂരത്തേക്ക് പോ, അടുത്തേക്ക് വരരുത്. അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ പിന്നാലെ പോയാൽ ഹൗദുൽ കൗസറിന്റെ സമീപത്ത് നാം കേൾക്കേണ്ടി വരുന്നത് ഇതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നന്നായി പേടിക്കാം. ഇതൊരു ചെറിയ കാര്യമല്ല, നിസാരമായി നമ്മൾ കാണേണ്ടതോ പരിഗണിക്കേണ്ടതോ ആയ വിഷയമല്ല. ഇതൊക്കെ ഉണ്ടായിട്ട്, ഇങ്ങനെയൊക്കെ ആയിട്ടും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങൾ പലതിലും പൊതിഞ്ഞു കൊണ്ടുവന്ന് അവസാനം പ്രാർത്ഥിക്കാൻ വരെ, അള്ളാഹു അല്ലാത്തവരോട്, മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ വരെ ആയത്തുകളായി, ഹദീസുകളായി എന്തൊക്കെയായിരുന്നു. അങ്ങനെ കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ച് കാന്തപുരം മുസ്ലിയാർ ആയത്തോതി. എന്തിനായത്തോതിയത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവുണ്ടോ? വസ്അൽ മൻ അർസൽനാ ആയത്തോതിക്കും. അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് പഠിപ്പിക്കുന്ന ആയത്താണ്. അത് ശിർക്കിന് തെളിവാക്കി. അതുപോലെ തന്നെ നെല്ലിക്കുത്തി ഇസ്മായിൽ മുസ്ലിയാർ, അദ്ദേഹം ജീവിത കാലഘട്ടത്തിൽ പറഞ്ഞു, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്നത് സാക്ഷാൽ ഇബിലീസിന്റെ പ്രമേയമാണ്. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാൽ അത് ഇബിലീസിന്റെ വാദാണ്. ഖുർആനിൽ അള്ളാഹ് പറഞ്ഞതാണ്, അതെങ്ങനെ ഇബിലീസിന്റെ വാദമായി മാറുക? പിന്നെയോ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കപ്പെട്ടു, ബദരീങ്ങളെ മൊഹീദ്ദീൻ ഷെയ്ഖെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? മറുപടി, അനുവദനീയമാണ്. ആയത്ത് ഇന്നമാ വലിയുക്കുമുല്ലാഹ്, സൂറത്ത് മാഇദയിലെ ആയത്ത്. അപ്പൊ പിന്നെ ബദരീങ്ങളെ എന്ന് വിളിക്കാൻ തുടങ്ങി. അവസാനം കാന്തപുരം മുസ്ലിയാരുടെ മകനും പ്രയാസം ഉണ്ടായപ്പോ ബദരീങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ചു എന്നെ പരസ്യമായിട്ട് പറഞ്ഞു. ഇത് പിടുത്തം വിട്ടു എന്ന് മനസ്സിലായപ്പോ ചെറുതായിട്ടൊന്ന് മുറുക്കി, ഇതൊക്കെ ലെവലാക്കണല്ലോ. അപ്പൊ ലെവലാകോ നോക്കാൻ വേണ്ടി സാക്ഷാൽ പേരോട് മുസ്ലിയാർ രംഗത്ത് വന്നു. മൂപ്പര് വന്നിട്ട് കാന്തപുരത്തിന്റെ മകനെ ന്യായീകരിച്ചുകൊണ്ട് പ്രസംഗിച്ചു. അതൊന്ന് കേൾക്കും. നിങ്ങൾ പറയുന്നത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ്, അദ്ദേഹം പറയുന്നു ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ബദരീങ്ങളെ വിളിച്ച് ആരോട് പ്രാർത്ഥിക്കണമെന്നാ പറഞ്ഞതെന്ന് ചോദിച്ചു. അതൊന്നും പറഞ്ഞില്ല.
ബദരീങ്ങളെ വിളിച്ച് അള്ളഹാനോട് പ്രാർത്ഥിക്കണമെന്നാ പറയുന്നത്. ബദരീങ്ങളെ വിളിച്ച് അള്ളഹാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ഉണ്ടോ? വിളിക്കൽ ഒരാളും പ്രാർത്ഥിക്കൽ വേറും ഇല്ലേ? ഹദീസ് നോക്ക് നിങ്ങൾ. ബദരീങ്ങളിൽ ഒന്നാമത്തെ ആളാരാ? ആ ബദരീങ്ങളിൽ ഒന്നാമത്തെ വ്യക്തിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കണ്ണിന് കാഴ്ചയില്ലാത്ത സങ്കടം പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് എന്താണ്? സഹീഹായ ഹദീസല്ലേ, നന്നായി ഒതുവെടുത്ത് 2 റകഅത്ത് നിസ്കരിക്കുക. കണ്ടോ? തെളിവുണ്ട്. ബദരീങ്ങളോട് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. ഇതാണ് ന്യായീകരണം എന്ന് പറഞ്ഞു, ശുദ്ധ ന്യായീകരണം. എന്നാ മൂപ്പരെന്തേ പറഞ്ഞു? ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു, ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. ഈ ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു എന്ന് മലയാളം കേട്ടാൽ ആർക്കും തിരിയില്ലേ അത് ബദരീങ്ങളോട് തന്നെയാണെന്നുള്ളത്? ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് അതൊക്കെ ഒഴിവാക്കിയിട്ട് അല്ലാ ഈ പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ എന്ന് പറയാൻ എന്തേ കഴിഞ്ഞില്ല? എന്തേ സാധിച്ചില്ല? അതിന് മാത്രം ഈമാനികമായി വളർന്നിട്ടില്ല, തൗഹീദ് ശരിയായിട്ടില്ല. എത്ര ആയത്തുകളുണ്ട്? മുൽത്തറായ പ്രയാസത്തിൽ കുടുങ്ങിയ ഒരാൾ ആരോട് പ്രാർത്ഥിച്ചാൽ ആ പ്രയാസം മാറിക്കിട്ടുക? ഖുർആനല്ലേ പഠിപ്പിക്കുന്നത്? എന്താണ് അത് പ്രാവർത്തികമാക്കാൻ സാധിക്കാതെ പോയത്? അപ്പൊ ന്യായീകരിച്ച് കാണ്ട് ശിർക്കിനെ വെളുപ്പിക്കുക. എന്നിട്ട് തെളിവ് എന്ത്? കണ്ണ് കാണാത്ത ആള് നബിനോട് പറഞ്ഞു. നബിനോട് എന്താ പറഞ്ഞത്? നബിയെ, എനിക്കൊന്ന് വേണ്ടി നിങ്ങൾ അള്ളാഹിനോടൊന്ന് പ്രാർത്ഥിക്കണം. മരിച്ചുപോയ വഫാത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണോ? അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം നിന്നുകൊണ്ട് പറയാണ്. അതിനെടുത്തുകാണ്ട് മരിച്ചോടത്തേക്ക് തെളിവാക്കുക. ഇങ്ങനെ പ്രാർത്ഥനയും വിപൽഘട്ടങ്ങളിലെ സഹായതേട്ടവും ഒക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക്, ജാറങ്ങളിലേക്ക് മാറ്റപ്പെട്ടു. അവസാനം ഷിയാക്കളും സൂഫികളും പൊന്നുപോലെ പൂജിച്ചു കൊണ്ട് നടക്കുന്ന അദ്വൈത അവതാരവാദം വരെ പച്ചയായി ഇവിടെ കേരളത്തിൽ ഇവർ പ്രചരിപ്പിച്ചു. അതാണ് നമ്മൾ CM മടവൂരിന്റെ വിഷയത്തിൽ കേട്ടത്. എന്ത്? അതെ, ഞങ്ങളെ പടച്ചോൻ CM ആണ്. അപ്പൊ എന്താ? അന മുദബ്ബിറുൽ ആലം എന്ന് പറഞ്ഞു CM. അനല്ലാന്ന് വരെ പറഞ്ഞു CM. അതെന്തുകൊണ്ടാ പറഞ്ഞത്? അള്ളാഹുവിന്റെ നൂറ് അതിങ്ങനെ അമ്പിയാക്കളിലൂടെ, ഔലിയാക്കളിലൂടെ കയറി കയറി ഇറങ്ങി വന്ന് അവസാനം ഇപ്പോൾ മടവൂർ മക്കാമിൽ മറവ് ചെയ്യപ്പെട്ട വ്യക്തിയിലാണത്രേ. ആ നൂറാനിയത്ത് അവിടെയാണത്രേ. അപ്പൊ ആ നൂറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അള്ളാഹ് എന്ന നൂറ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫലത്തിൽ എന്തെന്നെയാണ്? അല്ല തന്നെയാണ്. അല്ല കാത്തിരിശുകുമാറാകട്ടെ. ഇവർക്ക് വേണ്ടി, ഇവരെ പൊള്ളത്തരം ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയാണ്. അപ്പൊ നമ്മൾ കരുതി സമസ്തതൊക്കെ വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പോകാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും. അല്ല, ഈ കഴിഞ്ഞ ആഴ്ചയിൽ സമസ്തയിലെ മുന്തിയ മുസ്ലിയാര് പച്ചക്ക് പറയണം എന്താ അറിയോ? ആ ജുബയിലുള്ളവും ചിലപ്പോൾ അല്ലന്നെക്കാരം. അള്ളാനെ ഓർത്തോർത്തോർത്തോർത്ത് അവസാനം അങ്ങനെ ഉണ്ടാകും കേട്ടോ. ആ ഓർക്കുന്ന അല്ലാഹു അല്ലാഹു മാത്രം കൽബില് ദിക്റിന് അങ്ങോട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൽബിലില്ല. അല്ലാഹു ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്. അസ്സ വജല്ലായ അല്ലാഹു മതി എനിക്ക്, എന്റെ കൽബിലില്ല. മാ ഫീ ഖൽബി ഗൈറുല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒന്നും എന്റെ കൽബിലില്ല. അതാണ് ഗൈബത്ത്. ഇലാ ദിക്രി മാ വജൂദി ഗൈബത്തിൻ അമ്മാ സിവൽ മദ്കൂർ, അല്ലാഹു അല്ലാതെ മറ്റൊന്നും ഇല്ല. മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, അബൂ യസീദുൽ ബിസ്താമി തങ്ങൾ പറഞ്ഞില്ലേ, മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാഹ്, എന്റെ ഈ ഹൃദയത്തിന്റെ ഉള്ളില് അല്ലാഹു അല്ലാതെ മറ്റൊന്നുമില്ല. കേട്ടല്ലോ, തട്ടിപ്പോൾ തന്നെയാണ്. അതായത് ഒന്ന് ദിക്റിനെ കൂട്ടുപിടിച്ചു, അള്ളാനെ ഓർത്തോർത്തോർത്തോർത്ത് അള്ളാഹുലേക്ക് ലയിച്ചിട്ട് അവസാനം ഞാനും അള്ളന്നെന്ന് പറയാം. അതിന്റെ ദിക്റ? അങ്ങനത്തെ ഒരു ദിക്റുണ്ടോ ഇസ്ലാമിൽ? ഇല്ല. അപ്പൊ ദിക്റിനെ കൂട്ടുപിടിച്ചിട്ട് അദ്വൈത അവതാരവാദം സ്ഥാപിക്കുക. പിന്നെ അബൂബ് ഇസ്താമി എന്ന് കേട്ടാൽ തോന്നും ഓ അഹ്ലുസുന്നയുടെ മുന്തിയ ഇമാമാണ്, പച്ച സൂഫിയാണ്. മനസ്സിലാവുണ്ടോ? അഹ്ലുസുന്നക്ക് എടുക്കാൻ പറ്റൂല. പിന്നെ അടുത്തതെന്താ അറിയോ? മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാ, ജുബ്ബക്ക് മൂപ്പര് അർത്ഥം മനസ്സും കൊടുത്തു. എന്നാ പിന്നെ ഉഷാറായല്ലോ. ജുബ്ബ എന്ന് പറഞ്ഞാൽ മനസ്സ്. മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാ, ഈ കുപ്പായത്തിലുള്ളത് അള്ളയാണ്. ആര്? ഈ ദിക്ർ ചൊല്ലി 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 മദ്കൂറായ ആളായി ആര് മാറി? ആ ജുബ്ബയിലുള്ള ആള് മാറി. നിങ്ങൾ ആലോചിച്ചോക്കാണ്. തട്ടിപ്പിനും കിട്ട് കയ്യും കാലും മുളച്ചു പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക? ഇനി ഇത് കളിക്കും. ത്രിമാന തീർത്ഥം, ഇതാരറിയോ? MP മുസ്തഫൽ ഫൈസ്. ഇതിന്റെ ആശാനാണ് ഈ അദ്വൈത അവതാരവാദം. ഈ കള്ളത്തൊരീക്കത്ത് പഠിപ്പിക്കാൻ വിദഗ്ധ പ്രാവീണ്യം നേടിയ ആളാണ്, ചില്ലറക്കാരനല്ല. ഇതാ മൂപ്പര് പറയട്ടെ എന്താ ജുബ്ബ. ഇതാ കേട്ടോ, ജുബ്ബയിൽ അള്ളാഹു ഒഴികയില്ല. അതിന്റെ അറബിയാട്ട മാഫിൽ ജുബ്ബത്തി ഇല്ലല്ലാ എന്നത് വളരെ ലളിതമാണ്. മറ്റുള്ളവരുടെ ജുബ്ബക്ക് അനവധി പോക്കറ്റുകൾ ഉണ്ടാകും.
അതിൽ ധാരാളം പണവും. എന്നാൽ എൻ്റെ പോക്കറ്റിൽ പണമില്ല, അള്ളാഹുവിൽ എല്ലാം ഞാൻ അർപ്പിക്കുന്നു, ഉള്ള പണമെല്ലാം സംഭാവന ചെയ്ത് സുദ്ദീഖോടെ എന്താണ് താങ്കൾ വീട്ടിൽ ബാക്കി വെച്ചതെന്ന് ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അള്ളാഹു റസൂലും എന്നാണ്. തെളിവുണ്ടാക്കാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇനി അള്ളി റസൂലും അവിടെ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിലും അള്ളാഹുവിൻ്റെ ദൂതയിലുള്ള ഈമാൻ കൊണ്ടാണ് ഞാൻ ഈ ധർമ്മം ചെയ്യണതെന്നാണ്. അതിനോട് വളച്ചൊടിച്ചുകാണ്ട് മാഫിൽ ജുബ്ബത്ത് ഇല്ലക്ക് തെളിവുണ്ടാക്കുക. നിങ്ങൾ ആലോചിച്ച് നോക്കാണ്. ഇനി തീർന്നില്ല. അനൽ ഹക്ക്, ഞാനാണ് ഹക്ക്. കണ്ടോ, ഞാനാണ് ഹക്ക്. എന്താ ഇതിന് കുഴപ്പം? ഒരു വലിയ ഞാനാ ഹക്കാന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? അത് ഇസ്ലാമാണ്. ഇനി കേൾക്കും, മൂസാ നബി അലൈഹിസ്സലാം. മൂസാ അലൈഹിസ്സലാം തന്നെ പൂർണ്ണമായി മറന്നതും മറന്നു, തൻ്റെ സർവ്വതും അള്ളാഹുവിൽ ലയിച്ചു. അപ്പോൾ സംസാരിച്ചവനും സംസാരിക്കപ്പെട്ടവനും ഫലത്തിൽ അള്ളാഹുവാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൂസാ അലൈഹിസ്സലാമും അള്ളയാണ്, അള്ളി അള്ള തന്നെയാണ്. കേട്ടോ, അല്ലെങ്കിൽ ആ സന്നിധിയിൽ നിൽക്കാനോ സംഭാഷണം കേൾക്കാനോ സാധിക്കുമായിരുന്നില്ല. എവിടെ? തൂരി സീന മലന്റെ മുകളിൽ ചെന്നില്ലേ? മൂസാ അലൈഹി സ്വലാമോട് ചെല്ലാൻ പറഞ്ഞ ആരാ? അള്ളാഹു. ആ ചെന്ന മൂസാ അലൈഹി സ്വലാമും അള്ളയാണ്. മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ഉത്തരം നൽകുന്നതും അള്ള തന്നെയാണ്. അപ്പൊ ഫലത്തിൽ ഷെയ്ഖു അള്ള തന്നെയാണ്, പിന്നെ വിളിച്ച അള്ളി. അതാണ് ഇതിലിതാ തുഹഫത്തുൽ മുർസല ഇതിലുള്ളതാണ്, ഞാൻ വായിക്കണില്ല. അപ്പൊ ഇങ്ങനെ അദ്വൈത അവതാരവാദം പഠിപ്പിക്കുക എല്ലാറ്റിലും അള്ളാഹ്. അതാണ് ഈ സി എം മടവൂരും ഈ വഹരത്തുൽ വുജൂദിന്റെ ആശാനാണ്. അതുകൂടി കളി. എപ്പം വയനാട്ടിലേക്ക് വരുന്നു, ആ സമയത്തെല്ലാം ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂഫി വലിപ്പാപ്പയുമായി കുറെ നേരം സംസാരിക്കും. കാരണം ഇത് രണ്ടും ഇഷ്കിന്റെ ലോകമാണ്, അള്ളാഹുവിന്റെ മഹബത്തിന്റെ പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ ലോകമാണ്. അവര് സമ്മേളിക്കുമ്പോൾ പിന്നെ വിശാലമായ വല്ലാത്ത ലോകമാണ് ഔലിയാക്കളുടെ ലോകം. എന്താണ്? ലാ മൗജൂദ ഇല്ലല്ലാഹ്. ഈ പറയപ്പെട്ട ഞാനും അള്ളയാണ്, എല്ലാ സൂഫികളും അള്ളയാണ്. ഇത് ഇസ്ലാം അല്ല കൂട്ടരെ, പിഴച്ച വിശ്വാസമാണ്. ഇത് ലോകത്ത് കൊണ്ടുവന്ന ജൂത ക്രൈസ്തവരാണ്. അവരിൽ നിന്ന് ഷിയാക്കൾ, സൂഫികൾ, ബറേലവികൾ, പല വ്യതിയാന കക്ഷികളും കടമെടുത്തു. അവരതിന് പേര് കൊടുത്തത് ഖാസുൽ ഖാസി എന്നാണ്. അവരെ വീക്ഷണപ്രകാരം തൗഹീദിന്റെ മൂന്നാമത്തെ പദവിയാണ് ഖാസുൽ ഖാസ്, അഥവാ ഫനാ പ്രാപിക്കുക. ത്വരീഖത്തിലൂടെ ശരീഅത്തിലൂടെ പോയി അവസാനം ഫനാ പ്രാപിച്ചു, അള്ളാഹുവിലേക്ക് ലയിച്ചു കഴിഞ്ഞു. ഇനി എന്തും പറയാ. ആ വിശ്വാസം ഇസ്ലാമിൻ്റെതല്ല. മഹാനായ അബുൽ ഇസ്സ് അൽ ഹനഫി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞൊരു വാക്ക് നോക്കൂ നിങ്ങൾ. ഈ വിഷയ സംബന്ധമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം പറയുന്നു, ഫഹാദാ കലാമുല്ലാഹിൽ മുനസ്സൽ അലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇറക്കപ്പെട്ട ഖുർആൻ നമ്മുടെ അടുക്കലുണ്ട്. വഹാദിഹി സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ ഇവിടെയുണ്ട്. വഹാദാ കലാമു ഖൈറുൽ ഖുറൂനി ബഅദ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഉത്തമ തലമുറയിൽ ജീവിച്ചവരുടെ ജീവിതം ഇവിടെയുണ്ട്. വസാദാത്തുൽ ആരിഫീന മിൽ അയിമ്മ, അഹ്ലുസ് സുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരുടെ ജീവിതം ഇവിടെയുണ്ട്. അതൊക്കെ പറഞ്ഞ ശേഷം പറയുന്നു, ഹൽ ജാഅ ദിക്റുൽ ഫനാഇ ഫീഹാ. എവിടെയെങ്കിലും അല്ലാഹുവിലേക്ക് ലയിക്കുക എന്ന ഈ വിശ്വാസം ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? വഹാര തഖ്സീം അൻ അഹദിൻ മിൻഹും, അവരാരെങ്കിലും ഇങ്ങനെ ഒരു വിഭജനം നടത്തിയിട്ടുണ്ടോ? വഇന്നമാ ഹസല ഹാദാ മിൻ സിയാറത്തിൽ ഉലുവി ഫിദ്ദീൻ, മതകാര്യത്തിൽ അതിരിവിട്ടത് മൂലമാണ് ഈ നിലക്കുള്ള വിശ്വാസം ഉണ്ടായത്. അൽ മുശബ്ബഹു ലിഉലുവിൽ ഖവാരിജ്, ഖവാരിജുകളെ പിന്നാലെ പോയതുകൊണ്ടാണ്. ബൽ ലിഉലുവിൻ നസാറാ ഫീ ദീനിഹിം, നസ്രാനികളുടെ മതം പിൻപറ്റിയത് കൊണ്ടാണ്. വഖറദമ്മല്ലാഹു തആല അൽ ഉലുവ ഫിദ്ദീൻ വനഹ അൻഹു, മതകാര്യത്തിൽ അതിരുവിടുക എന്നതിനെ അല്ലാഹു വിരോധിച്ചിരിക്കുന്നു. ആയത്തോതി ഖുൽ യാ അഹ്ലൽ കിതാബ് ലാ തഗ്ലൂ ഫീ ദീനികും ഗൈറൽ ഹഖി വലാ തത്തബിഉ അഹ്വാഅ ഖൗമിൻ ഖദ് ളല്ലൂ, പിഴച്ചു പോയവരെ ആ വഴി നിങ്ങൾ പിൻപറ്റണ്ട, അതിരുവിടണ്ട. അപ്പൊ സഹോദരങ്ങളെ, ഈ നിലക്കുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക്, ജീർണതകളിലേക്ക് ആളുകളെ വലിച്ചു കൊണ്ടുപോകുന്നു. ഇതൊക്കെ നമ്മൾ കൃത്യമായി തിരുത്തണം. ഇതിലൂടെ ഉണ്ടായി വന്ന അന്ധവിശ്വാസ കുത്തുബ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുത്തുബുകൾ ലോകം നിയന്ത്രിക്കുന്ന ആ കുത്തുബ് കൊണ്ടും ഇപ്പൊ ഇവർ കുടുങ്ങിയിട്ടുണ്ട്. കാരണം തൊട്ടതും പിടിച്ചതും കണ്ടതും ഒക്കെ കുത്തുബാണ്. പറയട്ടെ കേട്ടോളി. ഇന്നിപ്പോ നമ്മുടെ അവസ്ഥ എന്താ? വളാഞ്ചേരിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വളാഞ്ചേരിയിലും പരിസരത്തുള്ള അവസ്ഥ എന്താ? മൊത്തത്തിലുള്ള ലോകത്തുള്ള കുത്തുബുൽ അഖ്താബുകളൊക്കെ ഈ വളാഞ്ചേരിയിലും ഇതിന്റെ പരിസരത്തുമാണ്. കുത്തുബുൽ അഖ്താബ്, കുത്തുബുസ് സമാന്, അങ്ങനെ കുറെ പേരുകൾ, ഏറ്റവും നല്ല പേരുകൾ. ആ പേര് അതൊക്കെ അവകാശം PSK ഉസ്താദ് അവകാശപ്പെടുകയാണ് നിൽക്കുക. അല്ലെങ്കിൽ ഇത് റഷീദ് ബാക്കവി ഉസ്താദ് പറയുന്നുണ്ട്. ഓലൊക്കെ കുത്തുബുൽ അഖ്താബ് നമ്മൾ വകവെച്ച് കൊടുക്കുള്ളൂന്നല്ല, എന്നാൽ ഇത് പറയുമ്പോൾ അത് കേൾക്കാൻ ഒരു ചുരുക്കുണ്ട്. 40 കൊല്ലം ദർസർത്തിയ, 40 കൊല്ലം 10-15 കൊല്ലം ദർസിൽ പഠിച്ച ഉലമാക്കൾ പഠിച്ച് പിന്നെ 40-45 കൊല്ലം കുട്ടികൾക്ക് ഖുർആനും സുന്നത്തും നമ്മുടെ ഫിഖ്ഹും അഖീദും ദർസ് നടത്തി വലിയ ഇരുന്ന ഉലമാക്കളാണ് അവരൊക്കെ. ഓല് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും കേൾക്കാൻ ഒരു ചന്തണ്ട്. നിങ്ങൾ നോക്കണം,
ഇത് അതൊന്നുമില്ലാതെ റോട്ടിൽ കൂടെ നടക്കുന്ന ഒരു മനുഷ്യനെ പിടിച്ചിട്ട് കുത്തുബ് സമാന എന്ന് പറയുമ്പോൾ ഓൻ പറ ഞാൻ ഞങ്ങൾ പറയല്ലേ ഞാനും ഉണ്ടായിരിക്കും ഇജ്ജ് കുത്തുബ് സമാൻ തന്നെയാണ് എന്ന് കുറെ വട്ടം പറയുമ്പോൾ മൂപ്പർക്കും തോന്നാ ഞാനിത് കുത്തുബ് സമാൻ തന്നെയാണല്ലേ. ഇതാണ് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ അവസ്ഥ. ഓരോ സ്റ്റോപ്പിലും ഓരോ കുത്തുബുകളാണ് എന്നാണ് പറയുന്നത്. കേട്ടല്ലോ, ഇതിന്റെ ഉത്തരവാദികൾ ആരാ ഇവരെന്നെ അല്ലാതെ ആരാ ഇതിന് വഴി തുറന്നു കൊടുത്തത്? നമ്മളാരും അല്ലല്ലോ. ഇവരാശയപ്രകാരം ആ ദർജയ്ക്ക് എത്തിയോലൊക്കെ കുത്തുബളാവും, ഒരു പ്രശ്നമല്ല. ഇനി ഇയാൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ആദ്യം എടുത്ത് ഒഴിവാക്കേണ്ട കുത്തുബ് സി എം മടവൂരാണ്. കാരണം നിസ്കാരമല്ല, നോമ്പ് നോറ്റവരെ കൊണ്ട് മുറിപ്പിക്കുക, സ്വർണ്ണിട്ട് നടക്കുക, എന്തൊക്കെയായിരുന്നു പിരാന്തൻ ഓലന്നെ പറഞ്ഞു, ഭ്രാന്തിലായിരുന്നു അല്ലേ. പക്ഷെ മൂപ്പര് പറഞ്ഞാൽ എന്താ അറിയോ, കാനൽ ജന്താദി കുത്തുബൽ ഖാദിരിയ, ചണ്ടാടി പറഞ്ഞ നേതാവുണ്ട്, മൂപ്പര് ഖാദിരിയ ത്വരീഖത്തിന്റെ കുത്തുബാണ്. എന്നാലോ വാന കുത്തുബു കുല്ലി ത്വറായിഖിൻ, എല്ലാ ത്വരീഖത്തിന്റെ കുത്തുബാണ് ഞാൻ. അപ്പോൾ ഒരു ത്വരീഖത്തിനെ എതിർക്കാൻ പറ്റൂല. ഈ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ത്വരീഖത്തുകളുണ്ടാവും, കുത്തുബുകളുണ്ടാവും. അവരെ വിശ്വാസം അങ്ങനെയാണ്. അതാണ് ഷിയായിസം സൂഫിസം ഉണ്ടാകും. ഇനി കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല, യഥാർത്ഥ അഹ്ലു സുന്നയിലേക്കാണ് മടങ്ങുക, അതേ പരിഹാരമുള്ളൂ. പിന്നെ മാത്രമല്ല, ഇവർക്ക് വേണ്ടാത്ത കുറേ ത്വരീഖത്തുകൾ അതൊക്കെ വ്യാജം, ഇവരുമായി ഒത്തുപോകാത്ത ത്വരീഖത്തുകളൊക്കെ വ്യാജം. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ വഴിയുള്ളൂ, സിറാത്തുൽ മുസ്തഖീമാണ്. അത് വിട്ടതൊക്കെ വഴിവിട്ടതാണ്. അപ്പോൾ കൊണ്ടോട്ടി ത്വരീഖത്ത് ഈ അടുത്ത് ചർച്ച ചെയ്യും. കൊണ്ടോട്ടി ത്വരീഖത്ത് പറഞ്ഞാൽ എല്ലാ ത്വരീഖത്തുകളെയും പോലെ ഷിയാ ത്വരീഖത്താണ്. അപ്പോൾ കൊണ്ടോട്ടി ത്വരീഖത്ത് ഒരു തലവേദനയായപ്പോൾ അത് ഷിയാ ത്വരീഖത്താണ്, പഴച്ചതാണ്, ഒഴിവാക്കണം, പറയട്ടെ കേട്ടോ. ഈ ഇന്ന് കാണുന്ന ഒരു വിധം ത്വരീഖത്ത് എന്ന പേരിലുള്ള ഈ വ്യാജ ആത്മീയ പ്രസ്ഥാനങ്ങൾ ഇതൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് ഘടകവിരുദ്ധമായ ആശയങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് കാണുന്ന ഒരുപാട് ത്വരീഖത്ത് എന്ന പേരിലുള്ള പ്രസ്ഥാനങ്ങളുണ്ടല്ലോ, എത്രയോ, ഞാൻ പേര് എണ്ണിയാൽ അതിന് തന്നെ കുറേ സമയം കളയും, നമുക്കതിന് സമയമില്ല, അതുകൊണ്ട് ഞാൻ എണ്ണുന്നില്ല. അതിൻ്റെ ഒക്കെ മുരട് അസിൽ എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ ചെന്നെത്തുന്നത് ഷിയായിസത്തിലാണ്. ഷിയ എന്ന് പറയുന്ന, നമ്മൾ ഷിയാ പ്രസ്ഥാനം എന്ന് പറയല്ലോ, ഈ ഷിയായിസത്തിലാണ് ഇതിൻ്റെയൊക്കെ അസിൽ ചെന്ന് എത്തിപ്പെടുന്നത് എന്നത് ചരിത്രമാണ്. അത് പഠിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. കുറേ അധികം എത്തുന്നത് നമ്മളെ കൊണ്ടോട്ടിയിലുള്ള അവിടെ ഒരു തരീഖത്തും പരിപാടിയൊക്കെ ഉണ്ടല്ലോ, അവിടെയിലേക്കാണ് ഇവിടെയുള്ള കുറേ ത്വരീഖത്തുകളെ മുരട് ചെന്ന് എത്തുന്നത്. കണ്ടോ? അപ്പൊ കൊണ്ടോട്ടി ത്വരീഖത്ത് പഴച്ചതാണ്, അയക്കാണ് ഒക്കെ എത്തുന്നത്. അത് ഷിയാ ത്വരീഖത്താണ്, നമുക്ക് പറ്റൂല. പക്ഷെ കൊണ്ടോട്ടി ത്വരീഖത്തിന്റെ കേന്ദ്ര ബിന്ദു ആരെന്നെയാണ്? ഖാദിരിയ ത്വരീഖത്താണ്. അപ്പൊ ഖാദിരിയ ത്വരീഖത്ത് കേന്ദ്രമാക്കിയുള്ള എല്ലാ ത്വരീഖത്തും മൊത്തം ത്വരീഖത്ത് പോക്കാണ്, കൊണ്ടോട്ടി മാത്രമല്ല. എന്നാൽ ഇനി കൊണ്ടോട്ടി ത്വരീഖത്തിനെ സമസ്ത അങ്ങനെ പേച്ചതാക്കിയിട്ടുണ്ടോ? ഇതേതാ പുസ്തകം? സമസ്ത ചരിത്രത്തിന് ഒരു ആമുഖം, 100ാം വാർഷികത്തോടനുബന്ധിച്ച് EK സമസ്തക്കാർ ഇറക്കിയ പുസ്തകമാണ്. പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാരാണ് അവതാരിക, ഒരു ഫൈസിയാണ് എഴുതിയത്. സമസ്ത എതിർത്ത ത്വരീഖത്തുകൾ ഇതിൻ്റെ 22ാമത്തെ പേജ് മുതൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പോരുകയാണ്, ഏകദേശം 30ാമത്തെ പേജ് വരെ. ഇതിലെവിടെയും കൊണ്ടോട്ടി ത്വരീഖത്തില്ല. അപ്പോൾ ഏത് സമസ്തക്കാണ് ഇത് പേച്ചത്? ഔദ്യോഗിക സമസ്ത എന്ന് എല്ലാ നിലക്കും അവകാശപ്പെടുന്ന ആളുകളെ EKക്കാർ ഒരു പറയുന്നു കൊണ്ടോട്ടി ത്വരീഖത്തിന് യാതൊരു പിഴവുമില്ല, ഇതിലില്ല, പേച്ച ത്വരീഖത്തിന് കൊണ്ടോട്ടി ത്വരീഖത്തില്ല. അപ്പോൾ ഇനി എവിടെ സമസ്തക്ക് പാളിയത് എന്ന് അത് അവർ നോക്കിക്കോട്ടെ. നമ്മൾ പറയുന്നു എല്ലാ ത്വരീഖത്തും ആ ത്വരീഖത്തിന് ഏറ്റു നടക്കുന്ന സമസ്തൻ്റെ വഴിയും തെറ്റിയതാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇനി മാത്രവുമല്ല, ഇത് പഴച്ചു എന്ന് പറയാൻ പല കാരണങ്ങൾ പറഞ്ഞു. അതിലൊന്നെന്താ അറിയോ? അവർ യാ ഹുസൈൻ, യാ അലി എന്നൊക്കെ വിളിക്കുന്നുണ്ട്. സുന്നി വോയിസ് ആണ് കേട്ടോടെ. ഖേദകരമെന്ന് പറയട്ടെ, കൊണ്ടോട്ടി നേർച്ചക്കാരിൽ ഷിയാ വിശ്വാസക്കാർ പൂർണ്ണമായും അവസാനിച്ചുവെന്ന് പലരും ആശ്വാസം കൊള്ളുമ്പോഴും ഇക്കഴിഞ്ഞ നേർച്ചയിലും യാ മുഹമ്മദ്, യാ അലി, യാ ഫാത്തിമ, യാ ഹസൻ, യാ ഹുസൈൻ ബാനറുകളും പതാകയും ഉയർത്തി ഷിയാക്കളുടെ വഴി പിഴച്ച മുഹറം ആചരണത്തിന്റെ നേർക്കാഴ്ചയായി മാറിയതാനും നാട് സാക്ഷിയായി. അപ്പൊ ഇതാണ് പ്രധാനപ്പെട്ട ആ തവസ്സുൽ പ്രകാരം, അഹ്ലുൽ അബായിന്റെ തവസ്സുൽ പ്രകാരം യാ അലി, യാ മുഹമ്മദ് എന്നൊക്കെ വിളിച്ചു എന്നാണ്. അങ്ങനെ വിളിക്കാൻ പറ്റുമോ? ഇല്ലേ? സമസ്ത ആശയത്തിൽ പോകുന്നവർ തന്നെ പറയട്ടെ കേട്ടോ. നമ്മൾ നന്നായി ചൊല്ലണം, ഇതൊക്കെ കുത്തുബിയത്തൊക്കെ ഉഷാറായിട്ട് ചൊല്ലണം. അതേപോലെ അഹ്ലുൽ അബായിന്റെ മൗലിദ് ഓതിക്കൊണ്ടേയിരിക്കണം, ഹുസൈനാരെ വിളിച്ചുകൊണ്ടേയിരിക്കണം. ഷിയാരോപകർ നമ്മുടെ ഈ ബൈത്ത് കേട്ട് മൂത്തൂബി കൊഴുതിക്കും. അതേ നമുക്ക് അവരോട് പറയാനുള്ളൂ. കേട്ടില്ലേ? നന്നായി പാടണം, യാ ഹുസൈൻ വിളിക്കണം. സമസ്തന്റെ ആൾ തന്നെയാണ് ഈ പറയണത്. ഇനി ഇത് PP മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ എഴുതിയ കെൻസുൽ ഇബാദാണ്. ഇപ്പോഴുള്ള മുസ്ലിയാക്കന്മാരൊക്കെ മുമ്പന്തിയിലുള്ള പ്രധാന മുസ്ലിയാരാണ് ഈ മുസ്ലിയാർ. ഇതിലുണ്ട് എന്ത് അറിയോ? അഹ്ലുൽ അബായിന്റെ ബൈത്ത്, ആ തവസ്സുലിത. പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ
അൽ മുസ്തഫ വൽ മുർത്തദ വബ്നാഹുമാ വൽ ഫാത്തിമ. അവരെ വിളിച്ചുകാണ്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയണമെന്ന് ഇതാ കൻസുൽ ഇബാദ് പറയണം. ഇവരൊക്കെ പഴച്ചവരാണോ? ഇനി തീർന്നില്ല. ഇപ്പൊ ഈ അടുത്ത് ജൂലൈ മാസത്തിൽ സാക്ഷാൽ സമസ്തയുടെ പ്രധാനപ്പെട്ട ഒരാള് ഇവരൊക്കെ ബർക്കത്തിന് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നു കേട്ടോളൂ. അവരെ ബർക്കത്ത് കിട്ടാൻ പേര് പറയാം, എല്ലാവരും എഴുന്നേറ്റിരിക്കുക. എന്നിട്ട് ഉറക്ക പേരുന്ന് ബർക്കത്തോടെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും എല്ലാ ഹലാല ഉദ്ദേശവും വേണം. എല്ലാ പ്രയാസങ്ങളും നിന്ന് രക്ഷപ്പെടണം. ശരി കണ്ടോ, وبحق أمير المؤمنين أبي طالب رضي الله عنه وبحق سيدنا حسين رضي الله عنه بحق سيدنا زين العابدين رضي الله عنه بحق سيدنا محمد الباقر رضي الله عنه بحق سيدنا جعفر الصادق رضي الله عنه بحق سيدنا موسى الكاظم رضي الله عنه بحق سيدنا علي الرضا رضي الله عنه وبحق سيدنا تاج الأولياء محمد قاسم ولي الله رضي الله عنه بكافة أهل بيت رسول الله صلى الله عليه وسلم أرحم الراحمين يا الله ഈ സാദാത്തുക്കളുടെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ വിജയികൾപ്പെടുത്തണേ അല്ലാഹ്. കേട്ടില്ലേ, അല്ലാഹ് കരഞ്ഞു വിളിച്ചതൊക്കെ സ്വഹീഹായിന. കേട്ടില്ലേ നിങ്ങൾ? ഇപ്പൊ ഇതിൽ ആരോ വന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചില്ലേ, യാ അലി എന്ന് വിളിച്ചില്ലേ, യാ ഹുസൈൻ എന്ന് വിളിച്ചില്ലേ. ഇത് പറഞ്ഞിട്ടാണ് കൊണ്ടോട്ടി തൊരീക്കത്ത് പഴച്ചു എന്ന് പറയുന്നത്. ആ പറഞ്ഞ ആളെ വിഭാഗത്തിലെ പ്രധാന ഉസ്താദാണ് ഖലീൽ ബുഖാരി. അപ്പം ഇനി എവിടെ പഴച്ചങ്ങൾ ആലോചിക്കണം. ഇനി ഇതാ ഈ കെ സമസ്തിയിലോ ഇപ്പൊ ഈ തൃപ്പനച്ചി ആ ഉറൂസിൽ ഈ പുസ്തകം തന്നെ എടുക്കുക കേട്ടോളി. അവിടുത്തെ കൊടിമരത്തിലുള്ള ബൈത്ത് എന്താ അറിയോ? മുസ്തഫ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുർത്തദ അലി റളിയല്ലാഹു അൻഹു, വബ്നാഹുമാ ഹസൻ റളിയല്ലാഹു അൻഹുമാ വൽ ഫാത്തിമ. അപ്പൊ ഇനി നമ്മൾ അതേ ഉറൂസിലെ സ്റ്റേജിൽ കേട്ടോളി ഹദറത്തിക്ക് കൂലി കിട്ടാൻ വേണ്ടി ആരൊക്കെ പേരാ പറയുന്നത് കേട്ടോളി. നിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റൗള ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ കരളിന്റെ കഷ്ണമായ ഫാത്തിമത്ത് സഹ്റ റളിയല്ലാഹു അൻഹ, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, അഹ്ലുൽ ബൈത്ത് ഇവിടെ എല്ലാ പാപ്പാറഹും സവാബിനെ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ബദരീങ്ങളെ ഹദറത്ത് മുഹദ്ദീങ്ങളെ ഹദറത്ത് എത്തിക്കണേ അല്ലാഹ്. എന്ത് ആത്മാർത്ഥമായിട്ടാണ് ഈ പറയണത് അല്ലേ? ഇതാണ് ഷിയായിസം. ഓലെ ഹദറത്തിക്ക് എന്തിനാ അത് വിടുന്നത്? ഓല് കേൾക്കുന്നു, കാണുന്നു, അറിയുന്നു. ആ വിശ്വാസമല്ലേ. എവിടെ ആർക്കാ പഴച്ചത്? അഹ്ലുസുന്നക്ക് ഒരു കുഴപ്പമില്ല. അഹ്ലുസുന്ന അതിൻ്റെ വിശുദ്ധിയിൽ, അതിൻ്റെ പവിത്രതയിൽ അത് മുന്നോട്ട് പോകും. ഇനി തീർന്നില്ല. അതേ സ്റ്റേജിൽ വെച്ച് കൊണ്ടോട്ടി തങ്ങൾ പ്രത്യേകം കേട്ടോ, തങ്ങൾ വാമാനൂർ ശോതാക്കുന്ന മലപ്പുറം ശോതാക്കുമാർ പുല്ലാര ശോതാക്കുന്ന മുത്തിയാറ ശോതാക്കുന്ന മുഹിദ്ദീൻ മുസ്ലിം സവാബിനെ എത്തിച്ചു കൊടുക്കണം അല്ലാഹ്. മുഹമ്മദ് ഷാ തങ്ങളെ ജാറത്തിക്കും സവാബ് എത്തിക്കണേ. അപ്പൊ ആ തൊരീക്കത്ത് പേച്ചതാണെങ്കിൽ ഇപ്പൊ 4 ദിവസം മുമ്പ് തൃപ്പനച്ചിയിൽ വന്നോലൊക്കെ പേച്ച കൊടുത്താണ്. അതാണ് പ്രശ്നം. അപ്പോ ഒന്നൊന്നിനെ പേച്ചെന്ന് പറയുമ്പോൾ അതിനോട് ഒക്കായിട്ടാണ്, ഒത്തുപോകാത്തോടാണ് ഈ പേക്കണത്. മനസ്സിലായല്ലോ? ഒത്തുപോകാത്തോടെ പേക്കണം. ഇനി നമ്മൾ കുറ്റക്കാരല്ല, ഇസ്ലാമിക്കണം മടങ്ങി വരിക. ഇനി കേട്ടോളിയും പേരോട് മുസ്ലിയാർ തന്നെ പറയുന്നു കേട്ടോളി. എനിക്കൊരാൾ ഒരു പാട്ട് കേൾപ്പിച്ചു. സുബ്ഹാനല്ലാഹ്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. അതേ പാടുന്ന ഒരു പാട്ട്, ഒരേ ഒരു കോപ്പിരാട്ടി കാണിച്ചിട്ടുള്ള ഒരു പാട്ട്. പാട്ട് പാടുന്ന ചിലപ്പോൾ തലക്കെട്ടുണ്ടാവും, ചിലപ്പോൾ ബിരുദത്തിന് പേരുണ്ടാവും. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിഷയത്തിലും മുസ്ലിം ഉമ്മത്ത് പെട്ടുപോകരുത്. കേട്ടില്ലേ? മുസ്ലിം ഉമ്മത്ത് പെടാൻ പാടില്ല. ഇതാരോടൊക്കെ പറയേണ്ടത് അറിയോ? ഖലീൽ ബുഖാരിനോട്. അവിടെ പറഞ്ഞു കൊടുക്കണം. അവിടെ നിന്നിട്ടുള്ള മുസ്ലിയാക്കന്മാരോട് പി മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാരൊക്കെ വിളിച്ച് പറയട്ടെ, മരിച്ചാൽ കേൾക്കുന്നല്ലേ, ഉസ്താദ് നിങ്ങൾ എന്തേ കാട്ടി കൻസുൽ ഇബാദിൽ ഇങ്ങനെയൊക്കെ എഴുതി കൂട്ടിയില്ല നിങ്ങൾ എന്ന് പറയട്ടെ. അല്ലാതെ എന്താ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമ്മളെ ക്രൂശിക്കുക, നമ്മളെ വേദനിപ്പിക്കുക എന്നല്ലാതെ എന്താ സഹോദരങ്ങളെ? അത് എക്കാലത്തും അഹ്ലുസുന്നക്ക് ആ ഏറ് കിട്ടിയിട്ടുണ്ട്, സംശയമില്ല. ഇനി നോക്കൂ നിങ്ങൾ, നെഹസ് വിശ്വാസം അവസാനിപ്പിക്കണം. നെഹസ് വിശ്വാസം, ആ നെഹസ് വിശ്വാസം എവിടുന്നാ വന്നത്? ജൂത ക്രൈസ്തവ വിശ്വാസം, ഈ ഷിയ സൂഫി വിശ്വാസം സമസ്തയുടെ കലണ്ടറുകളിൽ, ഡയറികളിൽ, സ്ഥാപനങ്ങളിൽ, പള്ളികളിൽ ഒക്കെ നെഹസ് വിശ്വാസമല്ലേ, ശകുന വിശ്വാസം. ആ ശകുന വിശ്വാസം അവിടെ കുടിയിരുത്തിയിട്ട് ആളുകൾ ഇടയിൽ വന്നിട്ട് പറയാം ഇതൊക്കെ ഷിയായിസാണ്, ഒക്കെ ഷിയായിസാണ്. കേട്ടോളി. അതേ സമയത്ത് ഈ ചതിയന്മാരുടെ ചരിത്രം പറഞ്ഞാൽ ജൂതന്മാരും മജൂസികളും കൂടി ഗൂഢാലോചന നടത്തി അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന് പറയുന്ന കള്ളനെ, അങ്ങനെ തന്നെ പറയട്ടെ ഞാൻ, അബ്ദുല്ലാഹ് ഇബ്നു സബ എന്ന പേരിൽ അറിയപ്പെടുന്ന ലോക ജൂത ഏജന്റും അതോടുകൂടി മജൂസികളുടെ കൂലിപ്പട്ടാളവുമായ അവൻ ഇസ്ലാമായി അഭിനയിച്ച് അയാളുടെ ജീവിതകാലത്ത് 12 ഗ്രൂപ്പ് ഷിയായിസം ഉണ്ടാക്കി.
12 ഗ്രൂപ്പ് ഒറ്റൊരു മനുഷ്യന്റെ ജീവിതകാലത്ത് 10,000-കണക്കിന് ആളുകളെ അതിലേക്ക് ആകർഷിച്ച് ഈ മജൂസികളുടെയും ജൂതന്മാരുടെയും ആചാരങ്ങളുടെ തിരുശേഷിപ്പ് ഈ ഷിയാക്കളുടെ ആചാരങ്ങളിലെല്ലാം കാണാൻ കഴിയും. ഏതുവരെ എന്ന് വെച്ചാൽ മുഹറം 1 മുതൽ 10 വരെ നസാൻ എന്ന് പറയുന്നവരെ ജൂതന്മാരുടെ കള്ളക്കടത്ത് ഇസ്ലാമിലേക്ക് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ്. കേട്ടല്ലോ, അത് വിശദമായി പറയേണ്ട സമയം എന്നാ പറഞ്ഞാൽ ഇപ്പം ഇതിന്റെ സമയം അതാണ്. ഇത് അടിസ്ഥാനപരമായി വിശദമായി ചരിത്രം പഠിച്ച് ഈ ഭാഗത്തൊക്കെ കേട്ടില്ലേ, ഇത് ജൂതന്മാരിലൂടെ കടന്നു വന്ന പച്ച ഷിയായിസാണ്. ഇത് പറയുന്ന സ്റ്റേജിൽ ആരുണ്ട് അറിയോ? ഖലീൽ ബുഖാരി അറിയിക്കണം. ആ ഖലീൽ ബുഖാരിന്റെ ക്യാമ്പസിലെ കലണ്ടർ ഇപ്പോഴും പോയി ഷിയായിസ് അങ്ങനെ തൂങ്ങി ആടുക. മനസ്സിലായോ? ഏത് പള്ളിയിലല്ലാത്തത്, ഈ നാസില്ലാത്തത്. ഇനി ഇതേതാ പുസ്തകം തരും? ഇതാ ഇരുലോക വിജയം, ഒരു സഅദി എഴുതിയ പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകത്തിന് അവതാരിക എഴുതി കൊടുത്തത് ആരാന്നറിയോ? ഒന്ന് സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി. കേൾക്കുക, അബ്ദുൽ ഹക്കീം സഅദി കാരക്കുന്ന് രചന നിർവഹിച്ച സആദത്തു ദാറൈനി ഇത്തരത്തിൽ വിശ്വാസികൾ ജീവിതത്തിൽ ഭാഗമാക്കേണ്ട അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പരാമർശിക്കുന്ന കൃതിയാണ്. നല്ല പോരിശ കൊടുത്തു, നല്ല കൃതിയാണ്. രണ്ടാമത്തെ പോരിശ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ, മൂപ്പരും സാധാരണക്കാർ ദൈനംദിനത്തിലൊക്കെ വായിക്കേണ്ടതാന്ന് പറഞ്ഞ ഭയങ്കര പോരിശ. ഇതിൻ്റെ 560-ാമത്തെ പേജ് എന്താ അറിയോ? നെഹസ് അഥവാ അശുഭദിനങ്ങൾ. എന്നിട്ട് പിന്നെ ഓരോ മാസത്തിൽ മുഹറം അടക്കമുള്ള മാസത്തിൽ ഒക്കെ നെഹസ് ഇങ്ങനെ വാരി എഴുതിക്കുക. അപ്പോൾ എന്താ അതിന് നമ്മൾ പറയാം? ഇതാണ് അനിസ്ലാമിക ആചാരങ്ങളുടെ കുപ്പായമിട്ട് അതിലിങ്ങനെ അത് പിന്നെ വെളുപ്പിച്ച് വലുതാക്കി ഇങ്ങനെ കൊണ്ടുവരിക. അതിൽപ്പെട്ടതാണ് ഷിയാക്കളിലൂടെ കടന്നു വന്നതാണ് മീലാദ് ആഘോഷം. അതിനുവേണ്ട തകൃതിയായ പണികൾ തുടങ്ങി. തെളിവുകളുണ്ടോ? ഇല്ല എന്നുറപ്പാണ്. തെളിവുകളില്ല എന്നതിൻ്റെ ഒരൊറ്റ തെളിവ് കാണും കേട്ടോ. 2 ആഘോഷങ്ങളേ ഉള്ളൂ, വേറെ ആഘോഷമൊന്നുമില്ല എന്ന് പറയും. 2 ആഘോഷമാണെന്ന് പറയാൻ ഒരാൾ വേണ്ടേ? ആ ആളെ പരിചയപ്പെടാൻ വേദി വേണ്ടേ? അങ്ങനെ ആ ആള് പറയുന്നതല്ലേ ആഘോഷം 2ആണോ 1ആണോ? ആ ആളിവിടെ വേണ്ടേ? ആളെ കുറിച്ചുള്ള ബോധ്യവും പരിചയവും വേണ്ടേ? അതിനെ പരിചയപ്പെടുത്താൻ ഈ നാട് ഒരുങ്ങണ്ടേ? ഈ നാട്ടുകാരുടെ ബാധ്യതയല്ലേ? കേട്ടല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ 2 ആഘോഷമുള്ളൂ എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താൻ സ്റ്റേജ് വേണ്ടേ, വേദി വേണ്ടേ? എന്താ എവിടേക്കായി പോണത്? ഞങ്ങൾക്ക് തെളിവൊന്നുമില്ല, അപ്പം ഇങ്ങനെ ഉരുണ്ട് മറിഞ്ഞുകാണ്ട് വല്ലതും ഉണ്ടാക്കട്ടെ എന്നാ. ഇല്ലാത്ത ആഘോഷത്തിന് എവിടുന്ന് ആയത്ത് കിട്ടുക? ഇല്ലാത്ത ആഘോഷത്തിന് എവിടുന്ന് ഹദീസ് കിട്ടുക? നിങ്ങൾ പറയും, കിട്ടുമോ? ഉത്തമ തലമുറയിൽ തപ്പിത്തിരഞ്ഞാൽ പോലും കിട്ടൂല. ഒരൊറ്റ സ്വഹാബി ഒരു നിമിഷം ചെയ്ത് കിട്ടൂല. നേരത്തെ വായിച്ച അൽ മുബാറക് കണ്ടോളി. മീലാദുൻ നബി പോലെയുള്ള പുണ്യാത്മാക്കളുടെ ജന്മദിനം ആഘോഷിക്കലും ചരമദിനം അനുസ്മരിക്കലും സുന്നി ഷിയ വിശ്വാസപ്രകാരം പുണ്യകർമ്മങ്ങളാണ്. റിഫായി ആണ്ട്, മൊഹീദ്ദീൻ ആണ്ട്, നിരന്ന് കിടക്കണ ആണ്ടുകള് ഷിയായിസമാണ്, ഇസ്ലാമല്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ആണ്ട് ആഘോഷ ജന്മദിന പരിപാടികൾ ഇസ്ലാമിനില്ല. അതുകൊണ്ട് റബീഉൽ അവ്വൽ വരും മുമ്പ് പൊടിപ്പും തൊങ്കലും അലങ്കാര പണികളുമായി നടക്കാൻ ശ്രമിക്കുന്നവരെ ആലോചിക്കുക. ശുദ്ധ ബിദ്അത്താണ്, കടുത്ത ബിദ്അത്താണ്, അനാചാരമാണ്. ജനങ്ങളെത്ര നല്ലതായി കണ്ടാലും നല്ലതിന്റെ ഗണത്തിലേക്ക് വലിച്ചിട്ടാലും അതൊരിക്കലും ഇസ്ലാമല്ല. വിട്ടുനിൽക്കണം, പരലോകത്ത് നഷ്ടമായിരിക്കും. ഇൻഷാ അല്ലാഹ് ഈ മാസം ഓഗസ്റ്റ് മാസം 15-ന് വളരെ പഠനാർഹമായ ഒരു മുഖാമുഖം ഇതുമായി ബന്ധപ്പെട്ട് ചെറുവാടി എന്ന പ്രദേശത്ത് വരികയാണ്. ആ മുഖാമുഖം ഇവരുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാനാണ്. തെളിവില്ലാത്ത ഈ അനാചാരത്തിന്റെ അപകടം തുറന്നു കാണിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാത്ത ഒരു കാര്യം അവിടുന്ന് ചെയ്തു എന്ന് പ്രചരിപ്പിക്കുന്നവരെ തൊട്ട് ജാഗ്രത കൊടുക്കാനാണ്. 4 ഖുലഫായിന്റെ പേരിൽ നുണകൾ പറഞ്ഞ് ഇല്ലാത്ത കഥകൾ പ്രചരിപ്പിച്ച് ഇത്തരം ആഘോഷങ്ങളെ വലിച്ചു വലുതാക്കുന്ന ആളുകളുടെ അപകടം തുറന്നു കാണിക്കാനാണ്. ഖുർആൻ ദുർവ്യാഖ്യാനം തുറന്നു കാണിക്കാനാണ്. കള്ളക്കഥകളും പൊള്ളക്കഥകളും ഇസ്ലാമിൽ പ്രമാണമല്ലെന്ന് തുറന്നു കാണിക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെ സ്നേഹിക്കണം, എങ്ങനെ പിൻപറ്റണം, എങ്ങനെ അനുസരിക്കണം, അവിടുന്നിലേക്ക് എങ്ങനെയാണ് നാം ആദരവും ബഹുമാനവും കാണിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാനുള്ള പഠനാർഹമായ മുഖാമുഖമാണ്. പരമാവധി എല്ലാവരും ഉപയോഗപ്പെടുത്തണം. ഇത്തരം അനാചാരങ്ങളെ തിരിച്ചറിയണം. നാളെയുടെ ലോകത്ത് വിജയിക്കണമെങ്കിൽ സഹോദരങ്ങളെ, തെറ്റുകളെ തെറ്റായി മനസ്സിലാക്കി തിരുത്താനും നന്മകളെ പഠിച്ച് അന്വേഷിച്ച് ജീവിതത്തിൽ പതിവാക്കാനും ശ്രമിക്കുന്നതിലൂടെ മാത്രമേ അന്ധവിശ്വാസ അനാചാരങ്ങളെ, അതിൻ്റെ വഴികളെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത് വാശിയോ അല്ലെങ്കിൽ ദേഷ്യം തീർക്കലോ
അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അരിശം തീർക്കലോ അല്ല. ബോധ്യപ്പെട്ട സത്യം തെളിവുകളിലൂടെ കൃത്യമായി സാധാരണക്കാരെ കൂടി ബോധ്യപ്പെടുത്താനുള്ള പ്രയത്നമാണ്. അതിനാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ഒരുക്കി വെച്ച മരണാനന്തര ജീവിതം നമുക്ക് സുഖകരമാകാൻ, സൗഭാഗ്യത്തിലും സന്തോഷത്തിലുമായി കിട്ടാൻ വളരെ ആത്മാർത്ഥമായി അവന്റെ ദീൻ മുറുകെ പിടിച്ച് അതനുസരിച്ച് ഷിയായിസവും സൂഫിസവും ബറേൽവിസവും അന്ധവിശ്വാസങ്ങൾ കുടിയിരിക്കുന്ന എല്ലാ വഴികളും അത് വലിച്ചെറിഞ്ഞുകൊണ്ട് സിറാത്തുൽ മുസ്തഖീം മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ സംസ്കരിക്കാൻ, വിശുദ്ധമാക്കാൻ നാം പരിശ്രമിക്കുക. അല്ലാഹു അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ.